So, very good evening, everybody. Correct 8 മണിക്ക് തന്നെ നമുക്ക് തുടങ്ങാം. Very good evening. Very good evening. Yes. എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തി വരുന്ന സാധക സമാജത്തിന്റെ വിജ്ഞാന സദസ്സ് ആരംഭിക്കുകയായി. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. സുലകാജി. ചൊല്ലിക്കോണം. ഹൃദയരാഗ തന്ത്രിമീട്ടി സ്നേഹഗീത ഏകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നും വാഴ്ത്തിടാ. ഞങ്ങൾ പാടും ഈശ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിൻ ഉൾത്തളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗ തന്ത്രിമീട്ടി സ്നേഹഗീതം ഏകിയും. ഗുരുദേവ് സാർ. ഗുരുദേവ്, താങ്ക് യു സുലക ടീച്ചർ, താങ്ക് യു. നമ്മൾ വിജ്ഞാന സദസ്സിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ആഴ്ചകളിലും നമ്മൾ വിവിധങ്ങളായ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ ക്ലാസ്സുകൾ നടത്തി വരുന്നത്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ജെയ്സൺ ടെല്ലി, അതായത് നമ്മുടെ സാലി തോമസിന്റെ ഹസ്ബൻഡാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. യോഗത്തിന് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിലേക്കായി നമ്മുടെ റോസമ്മജിയെ ക്ഷണിക്കുന്നു. റോസമ്മ ജോ, പ്ലീസ്. തുടങ്ങിയാട്ടെ. കാണുന്നില്ലല്ലോ സാറേ, കാണുന്നില്ലല്ലോ. പറയാനല്ലേ, എനിക്ക് കാണാൻ പറ്റില്ല. ഓക്കെ. ഭൂലോകത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സ് ആണ്. ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാനെത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജെയ്സൺ സാർ, സാധക സമാജ കുടുംബത്തിന്റെ ആചാര്യനായ ഡോക്ടർ ERB സാറിന്റെ കൂടെ നമുക്കറിയാം, സാറ് ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഒരു 4-4.5 വർഷമായി. ആദ്യകാലം മുതല് ഇതിന് ഊടും പാവും നെയ്യാൻ സാറിനോടൊപ്പം നിന്ന വിലാസിനി മാം, ആദ്യകാല പ്രവർത്തക വിലാസിനി മാം, ബേബിയമ്മാജി, അംബികാമാം, രാജു ഫിലിപ്പ് സാർ തുടങ്ങിയവരാണ്. ഇന്നിത് വളർന്ന് പടർന്ന് പന്തലിച്ച ഒരു വലിയ ആൽമരമായിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയാം, ആൽമരത്തിനാണ് ഏറ്റവും കൂടുതൽ താങ്ങുവേരുകളുള്ളത്. അങ്ങനെ താങ്ങാൻ അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ദാസി, ജോളി സാർ, രാജു ഫിലിപ്പ് സാർ, എല്ലാറ്റിനും ഉപരി ഈ സാധക സമാജം എന്ന ഈ ഒരു പ്രസ്ഥാനത്തെ വൈബ്രന്റ് ആക്കുന്ന ഇതിനത്തെ അംഗങ്ങളാണ്. അങ്ങനെ എല്ലാവർക്കും ഒരു പ്രശാന്ത സുന്ദരമായ ഒരു സായങ്കാലം ആശംസിക്കുന്നു. നമുക്കറിയാം, ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന സാറ് അത്ര നിസ്സാര ആളൊന്നുമല്ല. ഗണിതശാസ്ത്രജ്ഞർ ഗണിതർ പറയുന്ന അവര് ഭൂലോകത്തിന്റെ സ്പന്ദനം അവരുടെ കൂടെയാണ്. പക്ഷെ സാറിനെ പറ്റി നോക്കുമ്പോ എനിക്ക് തോന്നുന്നു അവര് മൊത്തം ഒരു ഫാമിലി, ഒരു ഗണിതശാസ്ത്ര ഫാമിലി തന്നെയാണ്. സാരം, സാലി മാമും മക്കളും എല്ലാവരും ഗണിതശാസ്ത്രത്തിന്റെ ഭാഷ പറയുകയാണെങ്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വേണേൽ പറയാം അവരുടെ ഫാമിലിയെ പറ്റി. എല്ലാവരും, അച്ഛനും അമ്മയും മക്കളും എല്ലാം ഒരേപോലെ ഗണിതത്തില് അവഗാഹം നേടിയ മനുഷ്യരാണ്. പൊതുവെ ഗണിത അധ്യാപകരെ പറ്റിയൊക്കെ പറയുന്നത്
അവർക്ക് കണക്ക് കൂട്ടലും കുറച്ചിലും കുറച്ച് വരയും കുറിയും നമ്പറും കണക്കാ. അതായത് അവര് അക്കങ്ങളുടെ ലോകത്തിലാണ് ജീവിക്കുന്നതെന്നാണ് ഗണിതം അധ്യാപകരെ പറ്റി പറയുന്നത്. ഞങ്ങൾ സ്കൂളിലൊക്കെ ഞാൻ പറയാം അവർക്ക് 4, 3, 7 കൂട്ടുന്നതല്ലേ. അപ്പൊ ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഈ അക്കങ്ങളുടെ ലോകത്തിൽ നിന്ന് അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് വരണമെന്ന്. പക്ഷെ ഇവിടെ നമുക്ക് അതിനൊരു എക്സെപ്ഷൻ ആണ് ഈ ഫാമിലി. കാരണം ഇന്നാളൊരു ദിവസം സാലിമാമൻ ക്ലാസ് എടുത്തു. ഇപ്പൊ എന്താ സാറ് ആ കണക്കിന്റെ വരയും കുറിയൊക്കെ കൂട്ടി നമ്മളോട് ഉപവാസവും ഉന്മേഷവും പറ്റി ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം വരയും കുറിയും മാത്രമല്ല, അക്കങ്ങൾ മാത്രമല്ല, അക്ഷരങ്ങൾ ഞങ്ങൾക്ക് വഴങ്ങുമെന്ന് അവര് ആ ഫാമിലി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിഷയം തന്നെ നമ്മുടെ ഉപവാസവും ഉന്മേഷമാണ്. നമുക്ക് എല്ലാവർക്കും ഉന്മേഷം ആവശ്യമാണ്. അത് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ആദ്യം പറഞ്ഞ സാധനം അത് ഒരു സഭ നിഷ്കർഷിക്കുന്ന ഒരു ഉപവാസമാണെങ്കിൽ പോലും നമ്മൾ പറയുമോ എനിക്ക് ആ സമയത്ത് കഴിച്ചില്ലെങ്കിൽ അങ്ങനെയാണ്, എനിക്കപ്പൊ തലവേദനയാണ്, അല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ മേല, ഇല്ലാത്ത വേദനകളും ബുദ്ധിമുട്ടും ഒക്കെയാണ്. ഉപവാസം പക്ഷെ പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്യും. എന്നിട്ട് ഉന്മേഷം ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇതല്ല, ഇത് രണ്ടും കൂടെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഗണിതത്തിലൂടെ തന്നെ, അല്ലെങ്കിൽ ഗണിതം മാത്രമല്ല സാഹിത്യത്തിൽ കൂടെ, ഗണിതവും സാഹിത്യവും കൂടെ കൂടി നമുക്ക് ഒരു നല്ല ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ജെയ്സൺ സാറിന് ഈ സാധക സമാജത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. Thank you, Rosmaji. കേൾക്കുന്നില്ലല്ലോ സാറുണ്ട്? ഓക്കെ, താങ്ക് യു റസ്മ. തീർന്നോ? കാണാൻ കട്ടായി. ഞാൻ സ്വാഗതം. ഓക്കെ, താങ്ക് യു റസ്മാജി, താങ്ക് യു. അപ്പൊ നമ്മുടെ സാധക സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഇന്നത്തെ വിജ്ഞാന സദസ്സ് നയിക്കുന്നത് വേറെ ആരുമല്ല, ഇപ്പോൾ റോസമ്മാജി പറഞ്ഞ പോലെ നമ്മുടെ ജെയ്സൺ സാറാണ്. ധാരാളം വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ച് പറയുകയുണ്ടായി. ഒരു രാഷ്ട്രീയ നേതാവാകേണ്ട ആളായിരുന്നില്ലേ ജെയ്സൺ സാറിന് സംശയിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തന പന്ഥാവ്, കോളേജ് യൂണിയനുകളെ, ആകാശവാണിയിലെ, അതുപോലെ തന്നെ ടെലിവിഷൻ ചർച്ചകളൊക്കെ പങ്കെടുക്കുക, വിവിധങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ചാനലുകൾ പ്രത്യക്ഷപ്പെടുക, അതുപോലെ തന്നെ കേരളത്തിനകത്തും അതുപോലെ ഇപ്പോൾ വിദേശത്തും ഗണിതശാസ്ത്ര അധ്യാപകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ നമുക്കറിയാം സാലിയും ഒക്കെ തന്നെ നമ്മളുടെ ഈ കുടുംബത്തോട് ഭംഗിയായ രീതിയിൽ ആണ് പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ തരത്തിലും അനുയോജ്യനായ ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ജെയ്സൺ സാർ എന്ന് പറയുന്നതിൽ ഒട്ടും സംശയമില്ല. അദ്ദേഹത്തെ നമ്മൾക്ക് ഇന്ന് ഈ വിഷയം, അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഉപവാസം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ റോസമ്മാജി പറഞ്ഞ പട്ടിണിക്ക് കിടക്കാൻ ആരും തയ്യാറാകില്ല. പക്ഷേ എന്നൊക്കെ ആയുസ് കൂട്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം അല്ല 2 ദിവസം വേണമെങ്കിലും പട്ടിണി കിടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്, അല്ലേ? അപ്പൊ ആ ഉപവാസവും ഉന്മേഷവും എന്ന് പറയുന്ന വലിയ ബൃഹത്തായ ആ വിഷയമാണ് ഇന്ന് നമുക്കിവിടെ ജെയ്സൺ സാറ് അവതരിപ്പിക്കുന്നത്. അതിനായി അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം നമ്മുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓവർ ടു ജെയ്സൺ സാർ, പ്ലീസ്. താങ്ക് യു സാർ. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. വെരി ക്ലിയർ സാർ, വെരി ക്ലിയർ. ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവസരം ഈ ഒരു കൂട്ടായ്മയിൽ തന്നതിൽ ഒത്തിരി നന്ദി പറയുന്നു. നമുക്കറിയാം ഈ സാധക സമാജം കുടുംബത്തിൻ്റെ എല്ലാം നമ്മുടെ VRB സാറാണ്. അപ്പോൾ സാറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ സ്വാഗത പ്രസംഗം പറഞ്ഞ റോസമ്മജി പ്രത്യേകമായിട്ട് പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ സാറ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിനെ പറ്റി ഒത്തിരി നാളുകൾക്ക് മുമ്പ് തന്നെ എന്നോട് പറയുമായിരുന്നെങ്കിലും പലപ്പോഴും ഈ ക്ലാസ്സിൻ്റെ സമയത്ത് ഞങ്ങളിവിടെ ക്ലാസ്സിലായിരിക്കും. അപ്പോൾ ഒരിക്കലും അത് കയറാനോ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറിനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, ഇവിടെ സ്കൂളൊക്കെ അടച്ചു കഴിയുമ്പോൾ
ഒരു ദിവസം ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയ ആദ്യത്തെ അവസരത്തിൽ തന്നെ ഞാൻ എടുക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ആൻഡ് ചിയർഫുൾനെസ്, ഉപവാസവും ഉന്മേഷവും. അപ്പൊ ഈ ഉപവാസവും ഉന്മേഷവും ഇതെങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നതെന്ന് നമുക്ക് പലപ്പോഴും സംശയം നമുക്ക് തോന്നും. കാരണം നമ്മൾ ഉപവസിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉന്മേഷം കിട്ടുക? നമ്മൾ ക്ഷീണിക്കുകയല്ലേ ക്ഷീണിക്കുകയല്ലേ ചെയ്യുക. അപ്പൊ ഉപവാസവും ക്ഷീണവുമല്ലേ സത്യത്തിൽ ഒരുമിച്ച് പോകുന്നേ. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ് സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത്, നമ്മൾ ഉപവാസം നടത്തി നമ്മൾ എങ്ങനെ നമുക്ക് ഉന്മേഷം നേടാനാവും എന്നുള്ള ഒരു കാര്യമാണ് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ഈ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ആളുകൾ ഓരോ വിഷയങ്ങളെ പറ്റിയൊക്കെ ഒത്തിരി അഭിപ്രായങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും തോന്നും ഈ പറയുന്നവരൊക്കെ ഇവർ ചുമ്മാ ഇരുന്നിങ്ങനെ പറയുകയല്ലേ, പക്ഷേ ഇവരാരെങ്കിലും ഇത് പ്രാക്ടിക്കലായിട്ട് നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ഞാൻ ഏത് സബ്ജക്റ്റിന്റെ കാര്യമാണെങ്കിലും നമുക്ക് അങ്ങനെ പലപ്പോഴും തോന്നാം. ഇപ്പൊ ഇവിടെ ഞങ്ങള് ഉപവസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉപവസിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് പലപ്പോഴും ഈ ഉപവാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലേക്ക് എത്തിപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് അതിൻ്റെ ഒട്ട് ഫലമൊട്ട് കിട്ടിയിട്ടുമില്ല. പക്ഷേ ഇനിയും നമുക്ക് ഈ ഉപവസിക്കണം അല്ലെങ്കിൽ അതുവഴി ഉന്മേഷം നേടണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. പലപ്പോഴും അത് നമുക്ക് സാധിക്കാറില്ല നമ്മുടെ സാഹചര്യങ്ങൾ വെച്ച്. പിന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പൊതുവായ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത്, ക്ലാസ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നമ്മൾ ഉപവാസത്തിലൂടെ എങ്ങനെ നമ്മൾ ഉന്മേഷം നേടാം എന്നുള്ളതാണ് ക്ലാസ്സിന്റെ ലക്ഷ്യം. അപ്പം ഞാൻ ഇത് പറയുമ്പോൾ സാധിക്കുന്ന ആളുകൾ അവസാനം വരെ ശ്രദ്ധയോട് കൂടി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും അത് നോട്ടോ വല്ലതും എഴുതുകയാണെങ്കിൽ എഴുതുക. പക്ഷേ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഏറ്റവും അവസാനം മാത്രമേ സംശയവും കാര്യങ്ങളും ചോദിക്കാവുള്ളൂ. കാരണം ഇൻ ബിറ്റ്വീൻ നമ്മുടെ ക്ലാസ് നമുക്ക് അങ്ങോട്ട് പൊക്കോട്ടെ. എങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇടയ്ക്ക് പറയണമെന്നോ കേട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്നോട് പറയാം. ഞാനത് വീണ്ടും അത് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയാം. പക്ഷെ എന്താണെങ്കിലും ക്ലാസ്സിന്റെ അവസാനം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഉണ്ടാവും. പിന്നെ നമുക്കറിയാമല്ലോ, സാധാരണ രീതിയിൽ ഇതിനകത്ത് ഒത്തിരി ടീച്ചേഴ്സൊക്കെ ഇരിപ്പുണ്ട്. നമുക്കറിയാം, നമ്മളൊരു കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള വിവരം നമ്മൾ എങ്ങനെ അവസാനം നമ്മൾ മനസ്സിലാക്കുക? നമ്മൾ അവസാനം അവർക്കൊരു പരീക്ഷ കൊടുക്കും. എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അവസാനം നമുക്കൊരു പരീക്ഷ കൂടെ നമുക്ക് നടത്തിക്കളയാം. പക്ഷേ ഞാനല്ല പരീക്ഷ നടത്തുന്നത്. കാരണം നമ്മുടെ VRB സാറ് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ, ആളുകൾക്ക് മനസ്സിലാകില്ല എന്നുള്ളത്. അപ്പോൾ സാറും നമുക്കറിയാം, സാറ് എല്ലാം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നതാണ്. അപ്പോൾ അവസാനം സാറ് തന്നെ ഒരു പരീക്ഷ നടത്തട്ടെ, നമുക്കിത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള വിവരങ്ങൾ നമുക്ക് അറിയുകയുമാവാം. അപ്പോ ഞാൻ ആമുഖമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇവിടുന്നൊക്കെ സ്ക്രീൻ എല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാം. അപ്പൊ അതിനകത്ത് ഫാസ്റ്റിംഗ് ഒരു പ്ലേറ്റിൽ ഒന്നുമില്ല, മറ്റൊരു ഇഷ്ടം പോലെ ഭക്ഷണം ഇരിപ്പുണ്ട്, എന്ത് വേണേ നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഒരു ചെറിയൊരു സംഭവം പറഞ്ഞിട്ട് ഞാനങ്ങ് തുടങ്ങാം. അതായത് ഒരു പക്ഷേ നിങ്ങൾ ഒരു 10-17 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രദ്ധിച്ച ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതായത് നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാവും, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്ന, അല്ലെങ്കിൽ നമ്മൾ പ്രധാനമന്ത്രി ആകുമെന്ന് കരുതിയിരുന്ന ഒരു നേതാവുണ്ട്, നമ്മുടെ LK അഡ്വാനി എന്ന് പറയുന്ന ആൾ. അപ്പൊ LK അഡ്വാനിക്ക് 80 വയസ്സ് പ്രായമുള്ളപ്പം ഒരു ആഘോഷം നടത്തി. അന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു അവസരത്തിലാണ്. പക്ഷേ അദ്ദേഹം ഒരു ജെസ്യൂട്ട് സ്കൂളിൽ ആണ് അദ്ദേഹം അത് പഠിച്ചിരുന്നത്. അപ്പം ഞാൻ കേരളത്തിലുണ്ടായിരുന്നപ്പോൾ ഞാനും അതുപോലെ ജെസ്യൂട്ട്സിന്റെ സ്കൂളിലാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സംഭവം കേൾക്കാനിടയായത്. അപ്പോൾ ഒരിക്കലും അദ്ദേഹം പഠിച്ച സ്കൂളിലെ കുട്ടികളാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ കുട്ടികൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, 80 വയസ്സ് ഉണ്ടായിട്ടും 50 വയസ്സ് പോലും ആകാത്ത രീതിയിൽ വളരെ ഉന്മേഷത്തോടു കൂടിയാണ് അങ്ങ് നടക്കുന്നത്, അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ സാമാന്യ ജനത്തിനും അല്ലെങ്കിൽ കുട്ടികൾക്കും ഒക്കെ മനസ്സിലാകുന്ന രീതിയിൽ
അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. When God creates man, he lays down the total amount of food he will consume in his lifetime. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. When God creates man, he lays down the total amount of food he will consume in his lifetime. It depends entirely on him whether he takes 50 years to consume it over 70 years. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ വാക്ക് ഇതാണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ ഹിം വെദർ ഹി ടേക്സ് 50 years ടു കൺസ്യൂം ഇറ്റ് ഓർ 70 years. അപ്പോൾ അഡ്വാനി പറഞ്ഞതിൻ്റെ ചുരുക്കം എത്രയേ ഉള്ളൂ, അദ്ദേഹം നമ്മളെ ദൈവം അദ്ദേഹത്തെ സൃഷ്ടിച്ച് ലോകത്തിലേക്ക് വിട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു കോട്ടായും നിശ്ചയിച്ചിരുന്നു. എന്തുമാത്രം ഫുഡ്, സപ്പോസ് നമുക്ക് 2000 കിലോ ഫുഡ് ജനിച്ചപ്പോൾ തന്നെ നിശ്ചയിച്ചൊരു കോട്ടയം നിശ്ചയിച്ചെങ്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ രീതി അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എപ്പോൾ വേണേൽ നമുക്കത് ഉപയോഗിക്കാം. അതിനൊരു റെസ്ട്രിക്ഷൻ ദൈവം നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അഡ്വാനി പറഞ്ഞത്, എനിക്ക് ഒരു 1000 കിലോ ഫുഡ് തന്നു വിട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ ഒരു പകുതി പോലും ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ 50 വയസ്സുള്ളപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫുഡ് നമുക്ക് തിന്നു തീർക്കാം. 70 വയസ്സുള്ളൊക്കെ വേണമെങ്കിൽ നമുക്ക് തിന്നു തീർക്കാം. 100 വയസ്സുള്ളപ്പോഴും നമുക്ക് തിന്നു തീർക്കാം. അപ്പോൾ നമുക്ക്, അതായത് നമ്മുടെ ഫുഡിന്റെ കോട്ട തീരുമ്പം സ്വാഭാവികമായിട്ടും ദൈവം നമ്മളെ അങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നു. അതാണ് പുള്ളി പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ പറഞ്ഞതിനകത്തെല്ലാം അതിനകത്ത് സത്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ പുള്ളിക്ക് ഈ 80 വയസ്സുള്ളപ്പോഴും ഈ 50 വയസ്സിന്റെ ചുറുചുറുക്കോട് നടക്കാനെന്ന് സാധിക്കുന്നത് എൻ്റെ ഫുഡ് ഞാൻ കഴിച്ച് വളരെ വളരെ മിതമായ രീതിയിൽ ഓരോ ദിവസവും കഴിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാനിത് ആമുഖമായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളത്. അപ്പം അത് നമ്മൾ ആ ഫുഡ് കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സംഭവം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ഈ വാർത്തയും ചാനലും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ കാര്യം വലിയധികം അന്ന് ശ്രദ്ധിക്കാതെ പോയി. പക്ഷേ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളുമായിട്ട് ആളുകൾ പുറച്ചു പോയതുകൊണ്ട്, പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രയോജനകരമായിട്ട് പുള്ളി പറഞ്ഞ ആ കഥ അങ്ങ് അധികം ശ്രദ്ധിക്കപ്പെടാതെ അങ്ങ് പോവുകയും ചെയ്തു. ഇനി നമ്മൾ ഈ ഉപവാസത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇതിന്റെ നിർവചനവും ചരിത്രവും ഉത്ഭവവും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഉപവാസം എന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് ഭക്ഷണപാനീയങ്ങളുടെ ഉപഭോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു രീതിയാണ്. അപ്പൊ ഈ ഉപവാസത്തിന്റെ ചരിത്രം വാസ്തവത്തിൽ ഒത്തിരി വർഷങ്ങൾ ഈ നമ്മുടെ മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ്. അത് സാധാരണഗതിയിൽ എല്ലാ മൃഗങ്ങൾക്കും ഉപവസിക്കാനുള്ള ഒരു കഴിവുണ്ട്. ചില ഉരകങ്ങള്, പെൻഗ്വിനുകള്, കരടികള്, സീലുകള് ഇവയ്ക്കൊക്കെ ചിലപ്പോൾ മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കും. അതുപോലെ തന്നെ ഈസ്റ്റ്, പുഴുക്കള്, എലികള്, തീർച്ചയായിട്ടും മനുഷ്യരുൾപ്പെടെയുള്ളവർക്കും ഇതൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ പുരാതനവും മതപരവുമായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും പ്രാചീന സംസ്കാരത്തിലുള്ളതാണ്. അപ്പൊ പുരാതന ഉപവാസ ആചാരങ്ങൾ ആദ്യമായിട്ട് ഉയർന്നു വന്നത് BC 1500 ഈ വേദ, ഹിന്ദു, ജൈന മതങ്ങളിലാണ്. അതിനുശേഷം പിന്നെ ബുദ്ധമതത്തിന്റെ സ്ഥാപകനായിട്ടുള്ള സിദ്ധാർത്ഥ ഗൗതമൻ അദ്ദേഹം നിർവ്വാണം നേടുന്നതിനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ട് ഉപവസിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യയിലും ചൈനയിലും മിഡിൽ ഈസ്റ്റിലും ഗ്രീസിലും എന്നിവയുൾപ്പെടെയുള്ള പുരാതന ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മതപരമായ കാരണങ്ങളാൽ ഉപവാസം വളരെ പ്രബലമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ ക്രിസ്തു മതത്തില്, ജൂതമതത്തില്, ഇസ്ലാം മതത്തില്, ഹിന്ദു മതത്തിൽ ഉൾപ്പെടെ ഈ വിവിധ മതങ്ങളിൽ നമ്മൾ ഈ ദൈവത്തിലുള്ള ഒരു ആശ്രയത്വം പ്രകടിപ്പിക്കുന്നതിനും ദിവ്യ മാർഗനിർദ്ദേശം തേടുന്നതിനും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനുമാണ് പലപ്പോഴും ഈ മതപരമായിട്ട് നമ്മൾ ഉപവസിക്കുന്നത്. അപ്പൊ വ്യത്യസ്ത മതങ്ങൾക്ക് ഉപവാസത്തിന് അവരുടേതായ പ്രത്യേക കാരണങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ സംസ്കൃതത്തിൽ നമ്മൾ ഉപവാസം എന്ന് തന്നെയാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അപ്പൊ സംസ്കൃതത്തിലെ 2 പദങ്ങൾ ആണ് ഉപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപം. സംസ്കൃത പദങ്ങൾ ഉപ എന്ന് പറഞ്ഞാൽ സമീപം, വാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസം. അപ്പൊ ഈ രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് ഉപവാസം എന്ന് പറയുന്നത് യോജിപ്പിച്ചിട്ട് നമ്മളത് ദൈവത്തോട് അടുത്തിരിക്കുന്നതിനെ സൂചിപ്പിക്കുക എന്നാണ് ആ വാക്ക് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഉപവാസം, ദൈവത്തോട് അടുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പ്രധാനമായിട്ടും ഞാൻ ഒത്തിരി മതങ്ങളുടെ കാര്യം പറഞ്ഞെങ്കിലും നമ്മൾ ഇപ്പൊ ഹിന്ദുമതത്തിന്റെ പ്രാധാന്യം പിന്നെ പാരമ്പര്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഉപനിഷത്തുകളില് ചാന്തോഗ്യ ഉപനിഷത്തില് ഉപവാസത്തെ പറ്റി പറയുന്നുണ്ട്. പുരാണങ്ങളില് ഉപവാസത്തെ പറ്റി പറയുന്നുണ്ട്. വിഷ്ണു പുരാണത്തില്, ഭാഗവത പുരാണത്തില് ഒക്കെ ഉപവാസത്തെ പറ്റി ഭഗവാൻ വിഷ്ണു, ശിവന്, ദേവി, ദുർഗ തുടങ്ങിയ ദേവതകൾക്കുള്ള വഴിപാടായിട്ട് ഉപവാസത്തെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ വേദങ്ങളില്
വേദങ്ങളിൽ ഋഗ്വേദത്തില് യജുർവേദം, അഥർവവേദം എന്നിവ ഉപവാസം ഈ ശരീരത്തെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമായിട്ട് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ഉപവാസത്തെ പറയുന്നുണ്ട്. അതിൽ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ആ സ്വയം അച്ചടക്കത്തിന്റെ മിതത്വത്തിന്റെ ഒക്കെ പ്രാധാന്യം വിവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതയിൽ അത് പറയുന്നത്. പിന്നെ ഈ ഹിന്ദു മതാചാരപ്രകാരമുള്ള ഉപവാസങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ അത് പ്രത്യേക ദിവസങ്ങളിലും മാസങ്ങളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലും ആചരിക്കുന്ന ഉപദേശം അത് ഓരോ പ്രദേശത്തിന്റെയും ദേവതയുടെയും അല്ലെങ്കിൽ സാഹചര്യങ്ങളും ഒക്കെ ആശ്രയിച്ച് വ്യത്യാസപ്പെടും. അപ്പൊ നമ്മള് ഈ നിർജ്ജല ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണമായിട്ട് നമ്മൾ വെള്ളവും ഭക്ഷണവും ഒക്കെ ഒഴിവാക്കുന്ന നിർജ്ജല ഉപവാസം. പിന്നെ ഫലഹാർ ഉപവാസം എന്ന് പറയും. പഴങ്ങളും പാലുൽപ്പന്നങ്ങളും മാത്രമേ നമ്മൾ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ സ്വാത്വിക് ഭോജൻ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതമായിട്ട് മസാലകളൊന്നും ഇല്ലാതെ നമ്മൾ സസ്യാഹാരം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉപവാസം. പിന്നെ നമുക്കറിയാം ഏകാദശി ഉപവാസത്തെ പറ്റി നമുക്കറിയാം. മാസത്തിൽ 2 തവണ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വ്രതം അനുഷ്ഠിക്കുന്ന ഒരു രീതിയെ. പിന്നെ നവരാത്രി വ്രതം നമുക്കറിയാം, ദുർഗാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന 9 ദിവസത്തെ വ്രതത്തെ പറ്റി അറിയാം. പിന്നെ പ്രദോഷ വ്രതം ഈ പരമശിവന്റെ അനുഗ്രഹത്തിനായിട്ട് ത്രയോദശിയിലെ ഉപദേശത്തെ പറ്റി നമുക്കറിയാം. പിന്നെയുള്ളത് കർവ ചൗത്ത് എന്ന് പറയും. അതായത് ഈ ഭർത്താക്കന്മാരുടെ ദീർഘായുസിനായിട്ട് വിവാഹിതരായ സ്ത്രീകൾ ഒരു ദിവസം മുഴുവൻ ഉപവസിക്കുന്ന ഒരു രീതിയെ. പിന്നെ എല്ലാവർക്കും വളരെ പ്രസിദ്ധമാണ് തിങ്കൾ വ്രതം എന്ന് പറയുന്നത്, തിങ്കളാഴ്ച നോയമ്പ് എന്ന് പറയുന്നത്. അത് നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതിനെ പറ്റി. പിന്നെ മംഗൾവാർ ചൊവ്വാഴ്ച വ്രതം അത് ഹനുമാന് സമർപ്പിച്ചിരിക്കുന്നു. വ്യാഴാഴ്ച വ്രതം ബൃഹസ്പതി ദേവന് സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ സാധാരണഗതിയിൽ ഈ ഉപവാസങ്ങളൊക്കെ സൂര്യോദയത്തോടെ ആരംഭിച്ച് സൂര്യാസ്തമയത്തോടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ വ്രതത്തിന്റെ ആ ഒരു രീതി അനുസരിച്ച് ഇപ്പൊ പ്രത്യേകിച്ച് ഏകാദശി പ്രദോഷ വ്രതങ്ങളൊക്കെ ആണെങ്കിൽ സാധാരണ എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം സൂര്യോദയത്തിന് ശേഷമാണ് അത് അവസാനിക്കുന്നത്. അപ്പൊ ചിലത് കർവചൗത്ത് പോലുള്ള ചില വ്രതങ്ങൾ ഈ ചന്ദ്രോദയത്തോടു കൂടി അവസാനിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇസ്ലാമിന്റെ നോയമ്പ് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് നമുക്കറിയാം. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി മുസ്ലിം സഹോദരങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കറിയാം. ഇസ്ലാമിലെ നോയമ്പിനെ പറ്റി പറയുമ്പോൾ അത് നിർബന്ധിതം, ശുപാർശ ചെയ്ത്, ഇഷ്ടപ്പെടാത്തത്, ഇങ്ങനെ 3 തരത്തിൽ തിരിക്കാം. പക്ഷെ അവരുടെ ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു ഉപവാസമാണ് റംസാൻ മാസത്തിൽ നടക്കുന്നത്. അപ്പൊ റംസാൻ മാസത്തില് റംസാൻ നോയമ്പില് ഈ പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെ ഭക്ഷണമോ പാനീയങ്ങളോ മറ്റ് എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് അവര് വിട്ടു നിൽക്കുന്നതായിട്ട് നമുക്കറിയാം. പിന്നെ ക്രിസ്തുമതത്തിന്റെ ഉപവാസം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളില് ഏതാണ്ട് ഒരു 72 സ്ഥലത്ത് ഉപവാസത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതും ബൈബിളിൽ പറയുന്ന പ്രധാനപ്പെട്ട ഉപവാസങ്ങൾ, ഒരു ദിവസത്തെ ഉപവാസത്തെ പറ്റി പറയുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തില്. പിന്നെ 3 ദിവസത്തെ ഉപവാസത്തെ പറ്റി പറയുന്നുണ്ട്, അതായത് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളിൽ അത് പറയുന്നുണ്ട്. പിന്നെ 7 ദിവസത്തെ ഉപവാസത്തെ പറ്റി അതിപ്പോ ജ്ഞാനത്തിനും ദുഃഖത്തിനും ആശ്വാസം തേടുന്നതിനുള്ള പ്രത്യേക മാർഗനിർദ്ദേശത്തിന് വേണ്ടി 1 സാമുവേലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നെ 10 ദിവസത്തെ ഉപവാസത്തെ പറ്റി പറയുന്നുണ്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ. അതിൽ പച്ചക്കറികളും വെള്ളവും മാത്രം കഴിച്ച ഉപവാസത്തിനെ പറ്റി. പിന്നെ 21 ദിവസത്തെ പറ്റി ഉള്ള ഉപവാസത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ 40 ദിവസത്തെ ഉപവാസത്തെ പറ്റി ബൈബിളിലെ 3 പറയുന്നുണ്ട്. അതിൽ ഒന്നില് പഴയ നിയമത്തിലെ മോശയുടെ കാലഘട്ടങ്ങളിൽ മോശ 40 ദിവസം ഭക്ഷണവും കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാതിരുന്നതിനെ പറ്റി പറഞ്ഞു. പിന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തില് ഏലിയാവിനെ പറ്റി പറയുമ്പോൾ, എലീശയെ പറ്റി പറയുമ്പോൾ അതൊരു 40 ദിവസത്തെ ഉപവാസത്തെ പറ്റി പറയുന്നു. പിന്നെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, പുതിയ നിയമത്തിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഈശോ 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചു. ആ സമയത്ത് അവസാനം സാത്താൻ ഭക്ഷണം കൊണ്ട് പരീക്ഷിക്കാൻ ശ്രമിച്ചൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ക്രിസ്തുമതത്തിന്റെ ഉപവാസത്തിന് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സ്വാഗത പ്രസംഗത്തില് റോസമ്മജി പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും ഉപവാസമുണ്ട്, പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് തലവേദന എടുക്കും. അത് ഒന്നാമത്തെ കാര്യം. ക്രിസ്തീയ ഉപവാസം എന്ന് പറയുന്നത് നിർബന്ധമല്ല. ആകെ നിർബന്ധമായിട്ടുള്ളത് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഉപവാസം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് നോക്കാറുമില്ല. പക്ഷേ ബൈബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഒരു സംശയവുമില്ലായിരുന്നു നമ്മൾ ഉപവസിക്കണം എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈശോ പറയുന്നത് വെൻ യു ഫാസ്റ്റ് എന്നാണ് പറഞ്ഞത്, ദ ലോർഡ് വിൽ റിവാർഡ് യു ഇൻ സീക്രട്ട്. പക്ഷേ അവിടെ പിന്നെ ഈശോ പറഞ്ഞത് ഇഫ് യു ഫാസ്റ്റ് എന്നല്ല പറഞ്ഞത്. അപ്പം ഈശോയ്ക്ക് ഒരു സംശയമില്ലേ നമ്മൾ ഉപവസിക്കണം എന്നുള്ള ഒരു രീതിയിൽ തന്നെ പറഞ്ഞത്. വെൻ യു ഫാസ്റ്റ് എന്ന് തന്നെയാണ് പറഞ്ഞത്, ഇഫ് യു ഫാസ്റ്റ് എന്നല്ല പറഞ്ഞത്. പിന്നെ കേരളത്തിലെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പിന്നെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ പിന്നെ വിഭൂതി ദിവസങ്ങൾ ആഷ് വെനസ്ഡേ ഓർ ആഷ് മൺഡേ അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ ഉപവസിക്കാറുണ്ട്. പിന്നെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബറിൽ 25 ദിവസം. പിന്നെ ഒരു നോയമ്പുള്ള 3 നോയമ്പ് എന്ന് പറയും. അത് വലിയ നോയമ്പ് തുടങ്ങുന്നതിനുള്ള 3 ദിവസം മുമ്പിലത്തെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ.
പിന്നെ വലിയ നോയമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ തുടങ്ങുന്നത് ഈസ്റ്ററിന് മുൻപിലുള്ള 40-50 ദിവസത്തെ നോയമ്പാണ്. പിന്നെ 15 നോയമ്പ് പ്രചാരത്തിലുണ്ട് ചില ഭാഗങ്ങളിൽ, ഓഗസ്റ്റ് 1 മുതൽ 15 വരെ. പിന്നെ 8 നോയമ്പ് പെരുന്നാൾ, ഇത് കോട്ടയം ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം. ഇവിടെ മണർകാട്ട് പള്ളിയിലും കുറവിലങ്ങാട്ടും ഒക്കെയുള്ള 8 തിരുനാളിനോടനുബന്ധിച്ച് 8 ദിവസത്തെ നോയമ്പുണ്ട്. അപ്പം അത് ഞാൻ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക്, ഈ ഉപവാസത്തിനുള്ള വൈദ്യശാസ്ത്രപരമായ കാര്യങ്ങളാണ്. നമുക്കറിയാം ചിലപ്പോൾ ഈ പിന്നെ രക്തപരിശോധനകൾ നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉപവാസം എടുത്തേ പറ്റൂ. കാരണം രാവിലെ ബ്ലഡ് നോക്കാൻ പോകുമ്പോൾ നമുക്കറിയാം ഒരു ഫാസ്റ്റിംഗ് നമുക്ക് എടുക്കണമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ കൊളസ്ട്രോൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ലിപ്പിഡ് പാനൽ ടെസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് പോലുള്ള പരിശോധനയ്ക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഉപവാസം ആവശ്യമാണ്. അപ്പം ഈ അങ്ങനെയാണെങ്കിൽ അപ്പം നമുക്ക് പ്രമേഹത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രക്തത്തിലെ ഈ ഉപവാസ സമയത്ത് എടുക്കുന്ന ഗ്ലൂക്കോസ് പരിശോധന ആവശ്യമാണ്. ചിലപ്പോൾ ഈ അയൺ ടെസ്റ്റ്, ഇരുമ്പിന്റെ അളവിനായിട്ടുള്ള പരിശോധനകൾക്കും ഉപവാസം വരാം. അപ്പൊ എന്താണെങ്കിലും ഈ രോഗങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ലഭ്യമായതുമായ ഒരു ഉപകരണമായിട്ട് ഉപവാസത്തെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തി വന്നതിന് വൈദ്യശാസ്ത്രത്തിന്റെ കാര്യത്തിലും ഒരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ശാസ്ത്രീയ രീതിയും ഈ രോഗാണു സിദ്ധാന്തവും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആദ്യകാല വൈദ്യശാസ്ത്രത്തിൽ അതൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഉപവാസത്തെ ഒരു ചികിത്സാ രീതിയായിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നു. അപ്പം വാസ്തവത്തില് ഈ 19-20 നൂറ്റാണ്ടുകളിലെ ചരിത്രം നമ്മൾ വരുന്ന കഴിയുമ്പോഴത്തേക്ക് ഉപവാസത്തിന്റെ ശാസ്ത്രം ഈ പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചികിത്സയായിട്ട് സ്ഥിരീകരിക്കപ്പെടുക ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഈ നമ്മൾ ഇവിടെ ഞാൻ ഈ ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി കേട്ടിട്ടുള്ളതായിരിക്കും, വളരെ ലോകപ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റി, ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പ്രസിദ്ധമായ മയോ ക്ലിനിക്ക്, അവരൊക്കെ ഇതിനെപ്പറ്റിയുള്ളൊരു പഠനം നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ആ ഡേറ്റകളുടെയും ചരിത്ര രേഖകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് ഈ സന്ധിവാതം, ആസ്മ, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ക്ഷീണം, ഉയർന്ന രക്തസമ്മർദ്ദം, ലൂപ്പസ് രോഗം എന്ന് പറയുന്നത് ക്രോൺസ് രോഗം, ഇറിറ്റബിൾ ബവൽ മൂവ്മെന്റ്സിന്റെ അസ്വസ്ഥതയ്ക്ക്, ഈവൻ പക്ഷാഘാതം, അങ്ങനെയുള്ള പല അവസ്ഥകൾക്കും ഇത് ചികിത്സാ രീതിയായിട്ട് ഈ ആധുനിക വൈദ്യശാസ്ത്രം വരുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതുപോലെ തന്നെ അപസ്മാരത്തിന്റെ പ്രാഥമിക ചികിത്സയും പലപ്പോഴും ഉപവാസമായിരുന്നു പണ്ട് കാലത്ത്, ഈ മരുന്നുകൾ ഇതിനൊക്കെ മുമ്പ്. അപ്പൊ പ്രമേഹ രോഗികൾക്ക് ഉപവാസ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെയും ഇൻസുലിന്റെയും അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് നമുക്കറിയാം. അപ്പൊ അപസ്മാരത്തില് എളുപ്പത്തിൽ ഉത്തേജിക്കപ്പെടുന്ന ഒരു ഹൈപ്പർ ആക്റ്റീവ് ന്യൂറോൺ ഉണ്ട്. അത് ഈ ഉപവാസ സമയത്ത് ഉണ്ടായി വരുന്ന കീറ്റോണുകൾ വഴിയിട്ട് ഈ അപസ്മാരം ഉണ്ടാകുമ്പോൾ ആ ഹൈപ്പർ ആക്റ്റീവ് ന്യൂറോണുകളെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ശാന്തമാക്കാനുള്ള ഒരു കഴിവ് ഉണ്ട്. പക്ഷേ വീണ്ടും അതങ്ങനെയൊക്കെ ആണെങ്കിലും വീണ്ടും ഈ അടുത്ത കാലത്ത് വീണ്ടും ഈ ഉപവാസം എന്ന് പറയുന്നത് വളരെ ഒരു പ്രചാരത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതായത് പ്രധാനപ്പെട്ട ഒരാളുടെ ആയുസ്സും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും എളുപ്പവും ആക്സസ് ചെയ്യാവുന്നതുമായ ഒരു ഉപകരണമായിട്ടാണ് ഇപ്പോൾ അതിനെ പ്രശസ്തി നേടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്തുള്ള ഈ ഗവേഷണങ്ങളെല്ലാം നമ്മുടെ ഈ ഉപാപചയ ആരോഗ്യ പ്രതിസന്ധി പോലുള്ള ആധുനിക വെല്ലുവിളികൾ നേരിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആരോഗ്യമായിട്ടുള്ളൊരു ശീലമായിട്ട് നമുക്ക് ഉപവാസത്തെ നമുക്ക് കാണാം. ഞാൻ ഒത്തിരി സ്പീഡിലാണോ പറഞ്ഞു പോകുന്നത്, അതോ കേൾക്കാമോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്വല്പം സ്പീഡ് കുറച്ചോളൂ സർ. എനിക്ക് തന്നെ ഒരു തോന്നല്. അപ്പൊ മാത്രമല്ല, നമ്മളിങ്ങനെ സ്ക്രീനിൽ നമ്മളിങ്ങനെ ആരെയും കാണാതെ ഒരു റെസ്പോൺസ് ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് ഇത് കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ നമുക്കിത് കാണാൻ പറ്റത്തില്ല. ഓഡിയൻസ് മുമ്പിൽ ഇങ്ങനെ ഓൺലൈനിൽ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോ എനിവേ, അപ്പൊ നമുക്ക് എങ്ങനെയാ നമുക്കിത് പ്രായോഗികമായിട്ട് നമുക്ക് ഉപവാസം നമുക്ക് ആരംഭിക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ആരോഗ്യ ഫിറ്റ്നസ് ട്രെൻഡുകളിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയും. അത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടവിട്ടിട്ടുള്ള ഉപവാസം. അപ്പൊ അത് ഉപവാസത്തിനും ഭക്ഷണം കഴിക്കുന്നതിനും ഇടയിൽ നമ്മൾ ചാക്രികമായിട്ട് പിന്തുടരുന്ന ഒരു ഭക്ഷണക്രമമാണ് ഇന്റർനെറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനെറ്റ് ഫാസ്റ്റിംഗ് നമുക്ക് പല തരത്തിൽ നമുക്കത് പരിശീലിക്കാം. അതായത് ഒന്നുകിൽ ഒരു ദിവസത്തെ ഭക്ഷണം നമുക്ക് ക്രമീകരിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഭക്ഷണം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ ഉപവാസ സമയത്ത് നമ്മളൊന്നും നമ്മൾ കഴിക്കാറില്ല.
അപ്പൊ സാധാരണയായിട്ട് വെള്ളം അല്ലെങ്കിൽ ഹെർബൽ ടീ അല്ലെങ്കിൽ കട്ടൻ കാപ്പി, അപ്പൊ അതിനൊന്നും പ്രത്യേകിച്ച് കലോറി ആവശ്യമില്ലാത്ത പാനീയങ്ങളായിട്ട് നമുക്ക് കുടിക്കാം. അപ്പൊ ശരിക്കും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പല രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ഒന്നുകിൽ 12 മണിക്കൂർ മുതൽ 23 മണിക്കൂർ വരെ രീതിയിൽ ഉപവസിക്കത്തക്ക രീതിയിൽ. സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു 16-8 രീതിയാണ്. അപ്പൊ 16-8 രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു 8 മണിക്കൂർ വിൻഡോയിൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. 16 മണിക്കൂർ സമയം നമ്മൾ ഉപവസിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം രാവിലെ 8 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വൈകിട്ട് 8 മണിക്കാണ് നമ്മൾ അത്താഴം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള 12 സമയം നമ്മൾ 12 മണിക്കൂർ നേരം നമ്മൾ കഴിക്കുന്നു, 12 മണിക്കൂർ നേരം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. അപ്പൊ നമ്മൾ ആ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന്റെ അളവ് നമുക്കൊരല്പം കൂടെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രഭാത ഭക്ഷണം ഈ 8 മണിക്ക് എന്നുള്ളത് ഒരു അല്പം ഒരു 10 മണിക്കാക്കുക എന്ന് വിചാരിക്കുക. നമുക്കൊരു 2 മണിക്കൂറൂടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മളിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം വൈകുന്നേരം നമ്മൾ 8 മണിക്ക് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നവര് നമുക്ക് 6 മണിക്കേ കഴിക്കാമെന്ന് വിചാരിക്കുക. അവിടെ നമുക്കൊരു 2 മണിക്കൂർ കിട്ടും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ 12 4 16 മണിക്കൂർ നമ്മൾ കഴിക്കാതിരിക്കുക. നമ്മൾ കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം മാത്രം നമുക്ക് കഴിക്കാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന്റെ സമയം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. പക്ഷേ ഇങ്ങനെ സമയബന്ധിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് നിരവധിയായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്നാണ് ഈ സമീപകാല ശാസ്ത്രീയ ഗവേഷണങ്ങളെല്ലാം തെളിയിച്ചിരിക്കുന്നത്. അപ്പൊ അതായത് കരളിന്റെ പിന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിസറൽ അവയവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എന്താണ് ഈ മൃദുവായിട്ടുള്ള നമ്മുടെ അവയവങ്ങൾ, ഹൃദയം, ശ്വാസകോശം, കരള്, പാൻക്രിയാസ്, കുടല്, ദഹന വിസർജന പ്രത്യുൽപാദന രക്തചംക്രമണ സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുന്ന വിസറൽ അവയവങ്ങളുണ്ടല്ലോ. അപ്പൊ അവയ്ക്കൊക്കെ ഒരു റെസ്റ്റ് ആകുന്നതിനും അതൊക്കെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന്റെ സമയം നമുക്ക് പ്രയോജനകരമായിട്ട് നമുക്ക് വരും. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഈ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലുള്ളത് അത് അങ്ങ് ലയിച്ചു പോവുകയും അങ്ങനെ ലയിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊഴുപ്പിന്റെ അംശം നമ്മുടെ ഈ അവയവങ്ങളിലൊക്കെ കൂടുതൽ ഉള്ളതിനെ ലയിപ്പിച്ച് കളഞ്ഞിട്ട് നമുക്ക് ആ അവയവങ്ങള് പുനർജീവിപ്പിക്കുകയും നമുക്ക് ഇൻസുലിൻ പ്രതിരോധമൊക്കെ കുറയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ പണ്ട് കാലത്ത് നമുക്കറിയാം ഒരിക്കലും പിന്നെ ഇന്നത്തെ നമ്മുടെയൊക്കെ പൂർവികര്, നമ്മുടെ അപ്പന്മാരോ അല്ലെങ്കിൽ വല്യപ്പന്റെ അപ്പന്മാരോ ഉള്ളവരുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നുള്ള ഒരു ഫാൻസി നെയിം ഒന്നും ഇട്ടുകൊണ്ട് ആയിരുന്നില്ല അവര് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പൊ നമുക്കറിയാം അവരാരും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചിരുന്നില്ല. അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷവും അവര് ഭക്ഷണം കഴിച്ചിരുന്നില്ല. അപ്പൊ അവര് സാധാരണഗതി രാവിലെ എണീറ്റ് വന്നു കഴിയുമ്പോഴേ ഒരു കാപ്പി അല്ലെങ്കിൽ കട്ടൻ കാപ്പിയോ കൂടെ കുടിച്ചിട്ട് ഉടനെ പറമ്പിലേക്ക് ഇറങ്ങുന്നു. ഇപ്പം വീട്ടില് പുരുഷന്മാരാണെങ്കിൽ അവര് പറമ്പിൽ പോയി എന്തെങ്കിലുമൊക്കെ പണിയുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ രാവിലെ പിന്നെ മുറ്റമടിക്കുന്നു, അങ്ങനത്തെ അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ഇതെല്ലാം അങ്ങനെ ചെയ്യുന്നു. വെറും ഒരു കട്ടൻ കാപ്പിയോ കുടിച്ച്, അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർ രാവിലെ പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നു, അങ്ങനെ പിന്നെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം എടുക്കുന്നു. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ആളുകൾ രാവിലെ ഇത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ പശുവിനെ കറക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ കപ്പ പറിക്കാൻ പോകുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി രാവിലെ ഈ ഒക്കെ കഴിഞ്ഞിട്ട് 9 മണി 10 മണിക്കൊക്കെയാണ് പലപ്പോഴും അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത്. അതുമാത്രവുമല്ല, അന്ന് ഈ കറണ്ടും ഒന്നും ഇല്ലാതിരുന്ന പല സമയങ്ങളിൽ നമുക്കറിയാം ഈ മണ്ണെണ്ണ വിളക്ക് അല്ലെങ്കിൽ തിരി കത്തിച്ച് വെച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ, സൂര്യനെ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അവര് അത്താഴവും കഴിച്ചിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ എന്നിട്ട് അത് ഏർലി ബെഡ് ടൈം അവർ നേരത്തെ പോവുകയും ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരൊന്നും ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗെന്നോ ഇങ്ങനെയുള്ള ഈ പേരൊന്നും ഇട്ട് അതിനെ വിളിച്ചിരുന്നില്ലെങ്കിൽ പോലും അവര് സത്യത്തില് ഇതാണ് ചെയ്തിരുന്നത്. നമുക്കറിയാം ഇന്നിപ്പോ നമ്മളൊരു ആശുപത്രിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അറിയാം, ഇപ്പം പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിലോ കാരിത്താസ് ആശുപത്രിയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് കയറാൻ പോലും പറ്റാത്തതുപോലെയുള്ള തിരക്കാണ് അല്ലേ. അപ്പം അവിടെ എല്ലാം രോഗികളെ കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുക. അപ്പോൾ പക്ഷെ പണ്ട് തന്നെ ഇത്രയും ആശുപത്രികളും ഇല്ലായിരുന്നു, ഇത്രയും തിരക്കും ആശുപത്രികളില്ലായിരുന്നു, പക്ഷെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ നമ്മുടെ ജനസംഖ്യ നമ്മൾ കുറയുകയും ചെയ്തു,
കാരണം അന്നൊക്കെ എല്ലാ വീട്ടിലും ഒത്തിരി കുട്ടികളും ഉണ്ട്. ജനസംഖ്യയുടെ നമ്മുടെ ഏരിയയിലൊക്കെ ജനസംഖ്യ കുറയുകയും ചെയ്തു, പക്ഷേ ആശുപത്രികളിലെ തിരക്ക് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പണ്ട് കാലത്തുള്ളവര് ഓട്ടോമാറ്റിക്കലി ഒരു രീതിയിൽ പോയിരുന്നു. അപ്പൊ അവര് ഈ മതപരമായ കാര്യങ്ങൾ ഇന്നുള്ള തലമുറയേക്കാൾ കൂടുതൽ, ഇപ്പൊ ഏത് മതങ്ങളിലാണെങ്കിലും, ഹിന്ദു മതം എടുത്താലും മുസ്ലിം മതം എടുത്താലും ക്രിസ്തു മതം എടുത്താലും, അന്നുള്ള ആളുകൾ കൂടുതലായിട്ട് ഉപവാസവും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ. അപ്പൊ ഇപ്പം നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ സംഭവിക്കുന്നത് നമ്മൾ എവിടെ നോക്കിയാലും ഭക്ഷണങ്ങളാണ്, എവിടെ നോക്കിയാലും ഫാസ്റ്റ് ഫുഡ്, ഇതിന്റെ ഒക്കെ പരസ്യങ്ങളേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് എവിടെ ഇപ്പൊ നമ്മളിപ്പോ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ, ഓഫീസിൽ ചെന്ന് കഴിയുമ്പോഴും അവിടെ നമ്മൾ എവിടെ എന്തെങ്കിലും ഒരു കിയോസ്ക് നമുക്ക് കാണും, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടെ ഭക്ഷണം. അപ്പൊ നമ്മൾ അവിടുന്ന് കഴിക്കുന്ന എക്സ്ട്രാ ഭക്ഷണം കൂടാതെ വീട്ടിൽ വരുമ്പോഴും പിന്നെയും ഭക്ഷണം, ഇതെല്ലാം നമ്മൾ കഴിക്കും. പിന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു വല്ലപ്പോഴും ഒക്കെ പുറത്തു പോയി കഴിക്കുകയാണെന്ന് വിചാരിക്കുക, പലപ്പോഴും സംഭവിക്കുന്നത് എന്താ, വീട്ടിലെ ഭക്ഷണം അവിടെയുണ്ട്, ആ പുറത്തു പോയി കഴിക്കുന്ന അതും കൂടി നമ്മൾ കഴിയുക. അങ്ങനെ തിരിച്ചൊരു ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വളരെ ഒരു ക്ഷീണിച്ച് വരുന്ന ഒരു അവസ്ഥയാണ് നമുക്കുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളിൽ നമുക്കൊരു കൺട്രോൾ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാം. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യണ്ടേ? അപ്പൊ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ഭാരം കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി നമ്മൾ എടുക്കുന്ന കലോറിയുടെ ഇൻടേക്ക് നമ്മൾ കുറയ്ക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം അത് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ഹാവ് ടു ഗീവ് അവർ ബോഡി ടൈം ടു ബേൺ. നമ്മൾ നേരത്തെ കഴിച്ചു വെച്ച ആ ഊർജം അല്ലെങ്കിൽ കഴിച്ച കാര്യങ്ങൾ അതൊന്ന് ദഹിക്കുന്നതിന് അല്ലെങ്കിൽ അത് ഊർജമായിട്ട് മാറുന്നതിന് അത് നമുക്ക് ഉപയോഗപ്പെടുത്തണം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഉപവാസ രീതികൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ പിന്തുടരുകയാണെങ്കിൽ അത് നമുക്ക് പ്രയോജനമായിരിക്കും. അപ്പൊ ഞാനിവിടെ ഈ സ്ക്രീനിൽ ഇപ്പം ഞാൻ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരുപക്ഷെ കോട്ടയത്തുള്ളവർക്കൊക്കെ ഒരുപക്ഷെ അറിയാവുന്നതായിരിക്കും. ഡോക്ടർ ജേക്കബ് ജോർജ്, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ ന്യൂറോളജിയുടെ പ്രൊഫസറും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റുമാണ്. അദ്ദേഹം സത്യത്തിൽ ഒരു മാരത്തോൺ റണ്ണർ കൂടെ. നമുക്കറിയാം മാരത്തോൺ റണ്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 26.2 മൈൽസ് ഓടണം, അങ്ങനെ സ്ഥിരമായിട്ടുള്ള. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ അറിയാം ആള് പിന്നെ വളരെ ആരോഗ്യവാനാണ്, പക്ഷെ അത് ശരീരപ്രകൃതി മെല്ലിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ ഈ ഡോക്ടർമാരുടെ ഒക്കെ കൂട്ടായ്മയിൽ ഡോക്ടർമാരുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ പറ്റി കേരളത്തിലുടനീളം നിരന്തരമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു ഡോക്ടറാണ് ഈ പിന്നെ ഡോക്ടർ ജേക്കബ് ജോർജ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ചില ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഡോക്ടർമാര് ഈ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഡോക്ടർമാർ കയറിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം നമുക്കറിയാം ചില ആശുപത്രികളിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്കറിയാം ചെല്ലുന്ന രോഗിയെക്കാൾ അവശതയായിട്ടായിരിക്കും ഡോക്ടർ സീറ്റിലിരിക്കുന്നത്. കാരണം എന്താ, ആ ഡോക്ടർ തിരക്ക് കാരണം ഡോക്ടർക്ക് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വിശ്രമിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് വലിച്ചുവാരി ഒരുപാട് തിന്നുന്നു, ആ ഒരു അവസ്ഥ. അങ്ങനെയുള്ള ഡോക്ടർമാരുടെ കൂട്ടായ്മയിൽ ഇതിനെപ്പറ്റി ഡോക്ടർമാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനെ പറ്റി ഒക്കെ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം സ്ഥിരമായിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പിന്തുടരുന്ന ഒരു ആളും കൂടെയാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഓരോരുത്തർക്ക് ആവശ്യമായിട്ട് നമ്മൾ 30 ഗ്രാം ഡയറ്ററി ഫൈബർ ആണ് ഒരാൾക്ക് വേണ്ടത്. അപ്പൊ അത് നമ്മൾ അതുപോലെ തന്നെ ഒരാൾക്ക് 1 കിലോ ഉള്ള ആൾക്ക് 1.5 കിലോഗ്രാം പിന്നെ പെർ കിലോഗ്രാം 1.5 ഗ്രാം പ്രോട്ടീൻ ആവശ്യമുണ്ട്. അത് നമ്മുടെ വൈദ്യശാസ്ത്രം പറയുന്നതനുസരിച്ചാണ്. അപ്പം സാധാരണഗതിയിൽ നമുക്ക് 2 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആകെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതി നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂട്രീഷ്യസ് ആയിട്ട് നമ്മൾ കഴിക്കുക. അപ്പോൾ ഒരു പ്ലേറ്റിൽ നമുക്കൊരു 50% ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ആ ഒരു പ്ലേറ്റിന്റെ 1/3 ഭാഗം നമുക്ക് നട്ട്സ്, പിന്നെ സീഡ്സ്, ലെഗ്യൂംസ് വരാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് പ്രോട്ടീന്, മിൽക്ക്, ചിക്കൻ, എഗ്ഗ്, ഗീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. ഇനി അതുപോലെ തന്നെ ഈ ഫോട്ടോയിൽ കാണാമോ? ഫോട്ടോ കാണാമോ സാറേ? ഫോട്ടോ അതിലാദ്യം പിന്നെ എൻ്റെ പ്രിയ ഭാര്യ സാലിയുടെ ഫോട്ടോ ഉണ്ട്. അപ്പൊ സാലിയുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളുണ്ട്. ആ പുള്ളിക്കാരി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു ആളാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു മാരത്തൺ റണ്ണറാണ്. അപ്പൊ മാരത്തൺ റണ്ണർ പുള്ളി സത്യത്തിൽ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ഫുഡ് മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. അത് മാത്രമല്ല ഫാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഓടുന്നത്. അപ്പോൾ ഓടുന്നത്
അപ്പം നമ്മൾ ഈ വായിച്ചറിഞ്ഞ കാര്യങ്ങളോ കേട്ടറിഞ്ഞ കാര്യങ്ങളോ അല്ലാതെ നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളും കൂടെയാണ് ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഓടുന്ന ആള് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു 18 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ ആണ് ഈ 26 മൈല് ഓട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പുള്ളിക്കാരിയെ പറ്റി നമ്മുടെ ഇന്ത്യയിലെ വിവിധ ചാനലുകളിലൊക്കെ ഒത്തിരി ന്യൂസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളതാണ്. കാരണം ഒന്നാമത് പ്രത്യേകിച്ച് ഈ സാരി ഇട്ടോടുന്നത് തന്നെ ഒരു വാർത്തയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അതിനൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അദ്ദേഹത്തോട് നേരിട്ട് സാലിയും സംസാരിച്ചിട്ടുണ്ട്, ഞാനും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പറയുന്നത് ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഉന്മേഷമാണ്, ഊർജമാണ് എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾ കിളയ്ക്കുന്നു. അപ്പോൾ ആ കിളയ്ക്കുന്ന ആൾ തന്നെയാണ് ഇങ്ങേപ്പുറത്തെ ഫോട്ടോയിൽ നടുക്കിയിരിക്കുന്നത്. അപ്പോൾ നടുക്കിയിരിക്കുന്നത് സാലി അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ സാലിയുടെ ഒരു സുഹൃത്തിൻ്റെ ഫാദറാണ്. അപ്പോൾ അദ്ദേഹം തെക്കേ അമേരിക്കയിൽ ഉള്ള ഒരു ആളാണ്. തെക്കേ അമേരിക്കയിൽ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വിലി എന്ന് പറയുന്ന രാജ്യത്തുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് 93 വയസ്സായി. അപ്പോൾ ഈ കഴിഞ്ഞ മാസം അദ്ദേഹം ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ടൗണിൽ വന്നപ്പോൾ ഞാനും സാലിയും കൂടെ ആ പുള്ളിക്കാരനെ പോയി കണ്ടു. അപ്പോൾ ആ പുള്ളിക്കാരനെ നോക്കി, 93 വയസ്സുള്ള ആള് ഒറ്റയ്ക്ക് വിമാനത്തിൽ യാത്ര ചെയ്ത്, ഇവിടെ ഒരു മകളുണ്ട്, ആ മകളെ കാണാനായിട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് അടുത്ത മകള് ഒമാനിലാണ്. എന്നിട്ട് ഈ ഒരു വീൽ ചെയറിൻ്റെയോ ഒന്നിൻ്റെയോ സഹായമില്ലാതെ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പോവാണ്. അപ്പോൾ പുള്ളിയുടെ ആയിട്ട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും കിടക്കില്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭക്ഷണം അവർ കഴിക്കുകയില്ല. വളരെ ചുരുക്കമായിട്ട് വളരെ ചുരുങ്ങിയ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ. പക്ഷേ പറമ്പിലെ പണി, തൂമ്പയെടുത്ത് കളിക്കുന്ന പടമാണ് കാണുന്നത്. അപ്പോൾ അത് എല്ലാം വളരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓടി നടക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഒരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു 10, 50, 55, 60 വയസ്സായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു എയർപോർട്ടിലോട്ടൊക്കെ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ അങ്ങോട്ട് ഈ വീൽ ചെയർ അങ്ങോട്ട് ഉപയോഗിച്ചേക്കാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകും. പക്ഷേ അദ്ദേഹത്തിന് ഒരു വീൽ ചെയറും വേണ്ട, ഒന്നും വേണ്ട, ഓടി നടന്ന് ബാഗ്, 2 കൈയിലും ബാഗും എല്ലാം തൂക്കി ഇങ്ങനെ ഇത് പോവുകയാണ്. അപ്പം പക്ഷെ അദ്ദേഹം വേറൊരു കാര്യം കൂടെ അന്ന് ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു, അദ്ദേഹം TV കാണാറില്ല, ഫോൺ ഉപയോഗിക്കാറില്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കാറില്ല. ആകെ ചെയ്യുന്ന ഒരു കാര്യം, നന്നായിട്ട് ഉറങ്ങും, ഈ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കും, അധ്വാനിക്കും. ഫോൺ ഉപയോഗിക്കാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇപ്പം നമ്മൾക്കിപ്പോൾ എല്ലാവരും ഫോണിൽ ഇങ്ങനെ കുത്തിക്കുറിച്ചിരിക്കുക. അദ്ദേഹം മക്കളാരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കും, സംസാരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ടത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒത്തിരി ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2016 നോബൽ പ്രൈസ്, വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ഡോക്ടർ യോഷിനോറി ഒഷുമി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ റിസർച്ച് എന്ന് പറയുന്നത്, when the body is hungry or fasting, it starts a process called autophagy, which removes damaged and aging cells that can lead to diseases like cancer and Alzheimer's. ഞാനിപ്പോൾ പറഞ്ഞത് 2016 നോബൽ സമ്മാനം കിട്ടിയ ആളുടെ കണ്ടുപിടുത്തമാണ്. അപ്പൊ അദ്ദേഹത്തിന് 2016 നോബൽ സമ്മാനം കൊടുക്കാനിടയായ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയതിനാണ്. ഒന്ന് ഓർത്തു നോക്കിയേ. അതാണ് പറഞ്ഞിരിക്കുന്നത്, 1 day starvation mystery explained. അതാണ് അദ്ദേഹം അത് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇന്ന് കാണുന്നത്. കാരണം ഒരു ദിവസം നമ്മൾ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അത്ഭുതകരമായ കാര്യത്തെപ്പറ്റി ഗവേഷണം നടത്തിയതിനാണ് വൈദ്യശാസ്ത്രം 2016 നോബൽ സമ്മാനം കൊടുത്തത്. അപ്പം നമുക്കറിയാം, ഒരു നോബൽ സമ്മാനത്തിന് മറ്റും ഒരാള് അർഹനാകണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം റിസർച്ച് നടത്തിയിട്ട് എന്തുമാത്രം സത്യവിരുദ്ധം. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു ആധികാരികതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യം നമ്മൾ ഇത് സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഉപവാസത്തിന്റെ ഒരു വിവിധ കാലഘട്ടങ്ങളുണ്ട്. ആ വിവിധ കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്താ നമുക്ക് നടക്കുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ ഒരു 12 മണിക്കൂർ നേരം നമ്മൾ ഉപവസിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, നമ്മുടെ
പിന്നെ ശരീരത്തിലുള്ള മെറ്റബോളിക് പാത്വേ ഫ്രം ഗ്ലൂക്കോസ് ബേണിംഗ് ടു ഫാറ്റ് ബേണിംഗ് ആകും. നമ്മുടെ ശരീരത്തിലുള്ള ആ ഗ്ലൂക്കോസ് ബേണിംഗ് മാറിയിട്ട് നമ്മുടെ ഫാറ്റ് ബേണിങ്ങിലേക്ക്, ശരീരത്തിലുള്ള കൊഴുപ്പ് ബേൺ ചെയ്യുന്നതിലേക്ക് മാറും. ഒരു 18 മണിക്കൂർ നമ്മൾ ഉപവസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മുടെ കീറ്റോൺ ലെവൽസ്, ഹയർ കീറ്റോൺ ലെവൽസ് സിഗ്നൽസ് ദ ബോഡി ടു റാമ്പ് അപ്പ് സ്ട്രെസ് ബസ്റ്റിംഗ് പാത്വേസ് ടു റെഡ്യൂസ് ഇൻഫ്ലമേഷൻ ആൻഡ് റിപ്പയർ അവർ DNA ഡാമേജ്. അപ്പൊ അതിലേക്ക് നമ്മുടെ ശരീരം മാറും. 24 മണിക്കൂർ നമ്മൾ ഉപവസിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോബൽ സമ്മാനത്തിന്റെ അത് പറഞ്ഞപ്പോൾ ഓട്ടോഫാജി എന്ന് പറയുന്ന അത് സ്റ്റാർട്ട് ചെയ്യും. ഓട്ടോഫാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെല്ലുകൾ റീസൈക്ലിംഗ് പ്രോട്ടീൻ വേസ്റ്റ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നതൊക്കെ കൂടെ റീസൈക്കിൾ ചെയ്യാനായിട്ട് തുടങ്ങും. 36 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോഫാജി അത് നമ്മുടെ പിന്നെ ഡാമേജ് ആയിട്ടുള്ള എല്ലാ സെല്ലുകളും മാറിയിട്ട് പിന്നെ അത് വീണ്ടും പുനർജീവിപ്പിച്ച് തുടങ്ങും. 48 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഗ്രോത്ത് ഹോർമോൺസ് റീച്ച് ദ ഹയസ്റ്റ് ലെവൽ, ഓൾമോസ്റ്റ് 5 സെമസ്റ്റർ ടൈംസ് ആയിട്ട് മാറും. 54 അവേഴ്സ് ആണെങ്കിൽ ഇൻസുലിൻ ലെവൽസ് ഡ്രോപ്പ് ടു ദ ലോവസ്റ്റ് പോയിന്റിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ 72 മണിക്കൂർ ഉപവസിച്ച് കഴിഞ്ഞാൽ, 72 മണിക്കൂർ നമുക്കറിയാം 3 ദിവസത്തെ ഉപവാസമാണ്. അപ്പം നമ്മുടെ ഈ എല്ലാ ഇമ്മ്യൂൺ സെൽസ് ഒക്കെ ഓൾഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സെൽസ് ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളത് മാറുകയും എന്നിട്ട് പുതിയത് ജനറേറ്റ് വരികയും കൂടെ ചെയ്യും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ശരീരത്തിൽ ഇപ്പൊ ക്യാൻസറിന്റെയോ അങ്ങനത്തെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഉണ്ടെങ്കിൽ ആ കോശങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ, ഒരു മരുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അതിന് സ്വാഭാവികമായിട്ടോ തന്നെ നശിച്ചിട്ട് പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും അതിന് ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് ഉണ്ടാവുകയും കൂടെ ചെയ്യുന്നത്. ഈ 72 മണിക്കൂർ ഉപവസിച്ച് കഴിഞ്ഞിട്ട് പിന്നുള്ള ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റീഫീഡിങ് സ്റ്റേജാണ്. അപ്പൊ നമ്മൾ പക്ഷേ പിന്നീട് ഇത്രയും ഞാൻ ഉപവസിച്ചല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പിന്നെ പോയി വലിച്ചു വാരി അങ്ങ് തിന്നാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിന് വീണ്ടും അത് ദോഷമായിട്ടേ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മൾ പതുക്കെ തുടങ്ങിയോ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഈ വളരെ പതുക്കെ കഴിച്ച് സാവധാനം ഭക്ഷണത്തിന്റെ ഇൻടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് വേണം നമ്മൾ ഭക്ഷണം വീണ്ടുമായിട്ട് ഇത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഈ ഞാനിപ്പോൾ 72 മണിക്കൂറിൻ്റെ ഒക്കെ കഥ പറഞ്ഞു. അപ്പം കഥ പറഞ്ഞു കഴിയുമ്പം ഈ ഞങ്ങൾ ഇപ്പം ഉപവസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സത്യത്തിൽ ഈ ഞാൻ ഇങ്ങനെ പിന്നെ ആദ്യം കോളേജിലും എന്താ വിദ്യാർത്ഥി രാഷ്ട്രീയവും യുവജന രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് നടന്ന സമയത്തുകളിൽ നിരാഹാര സമരം ഇരിക്കുകയോ കൂടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കോഴിക്കോട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഈ സാലി പറഞ്ഞു, ഇപ്പം ഈ പിന്നെ ഈ ഉപവസിച്ചുള്ള ഉപവാസ ഒരു ധ്യാനമുണ്ട് സാലി, നമുക്ക് പോയി കൂടണമെന്ന് സാലി എന്നോട് ഒരിക്കലും പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഉപവാസത്തിന്റെ ധ്യാനത്തിനില്ല, ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയില്ല, ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ സാലി അവിടെ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരിച്ചു പോകും. പക്ഷെ ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് സാലി എന്നോട് പറഞ്ഞ അനുഭവങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് ഞാനും പോയി കൂടി കഴിഞ്ഞിട്ട് അത് 72 മണിക്കൂർ നേരം ജീരകവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം അല്പം ഉപ്പിട്ട് കുടിച്ച് ഉള്ള ഒരു രീതിയിൽ. അപ്പോൾ അത് അങ്ങനെ ദൈവാനുഗ്രഹത്തിൽ പല പ്രാവശ്യം ആ സമയം ഞങ്ങൾ കേരളത്തിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്കത് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ 72 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതെ പിന്നീട് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ ഒരു കഞ്ഞിയും അച്ചാറും ഉണ്ടല്ലോ, അതിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും രുചികരമായ ഒരു ഭക്ഷണം പിന്നീട് ഉണ്ടാവുകയുമില്ല. അത് മറ്റൊരു കാര്യം. പക്ഷേ ഇതൊക്കെ പണ്ടങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളെ കൊണ്ടത് ചെയ്യാനോ ഒന്നും സാധിക്കുന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ സന്ദർഭവശാൽ ഇത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, സാഹചര്യങ്ങൾ അതിലേക്ക് വരുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ ഇതിന്റെ ബെനിഫിറ്റ്സ് അതെങ്ങനെയാണ് ശരീരത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ തല മുതലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ്സ് ബ്രെയിൻ ഫങ്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന സ്ക്രീനിൽ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജേക്കബ് ജോർജ് സാറ് തന്നെ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു കാര്യങ്ങളാണ്. അപ്പം അദ്ദേഹം തെളിവുകളോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും, പിന്നെ നമ്മുടെ ഹാർട്ട് ഫങ്ഷനെ ഇമ്പ്രൂവ് ചെയ്യും, ഫാറ്റ് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ക്യാൻസർ തടയുന്നതിന് അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിലേക്ക് നമുക്ക് എത്തും. പിന്നെ അത് സ്വാഭാവികമായിട്ട് അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ട് നമ്മുടെ അമിതമായിട്ടുള്ള ഭാരം നമുക്ക് കുറയും, പ്രൊമോട്ട് വെയിറ്റ് ലോസ്. പിന്നെ നമ്മുടെ ആ ഗ്ലൂക്കോസ് ടോളറൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യും. ഇതെല്ലാം ഇതിന്റെ ഒരു കാര്യങ്ങളാണ്.
അപ്പൊ പിന്നെ നമുക്കറിയാം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ഗട്ട് ഹെൽത്ത് ആണ് ഒരു ആമാശയത്തിൽ നിന്നാണ് എല്ലാ രോഗങ്ങളുടെയും തുടക്കം എന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഗട്ട് ഹെൽത്ത് ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ഇത് പ്രയോജനമായിട്ടാണ് വരുന്നത്. അപ്പം ഈ നമ്മുടെ ഇൻഫ്ലമേഷന് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് അത് ഡിക്രീസ് ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ. നമുക്കറിയാം ഈ ആവശ്യമില്ലാത്ത കൊഴുപ്പെല്ലാം കൂടെ കരളിലടിഞ്ഞാണ് ഈ ഫാറ്റി ലിവറിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളൊരു അല്പനേരം ഒരു ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ട് ആ ഫാറ്റി ലിവറിന്റെ പിന്നെ അതിന്റെ ആ രോഗാവസ്ഥ കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും കരൾ സുഖപ്പെടുന്നതിനും ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു കാര്യങ്ങളാണ് അതിനകത്ത് വരിക. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 2016 നോബൽ സമ്മാനം കിട്ടിയ ഒരാളുടെ കാര്യം പറഞ്ഞു. അതിനുശേഷം വീണ്ടും 2018 ഈ വൈദ്യശാസ്ത്രത്തിന് തന്നെ നോബൽ സമ്മാനം കിട്ടിയത് ഡോക്ടർ ഹൊൺസോ എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് ഡോക്ടർക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൈ ടാർഗറ്റിംഗ് ദ ക്യാൻസർ സെൽസ്. അപ്പൊ അദ്ദേഹവും വീണ്ടും ആദ്യത്തെ ഡോക്ടർ കണ്ടുപിടിച്ച കാര്യങ്ങൾ തന്നെ അത് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കുന്നതായിട്ടുള്ള കണ്ടുപിടുത്തമാണ് 2018 നോബൽ സമ്മാനം കിട്ടിയത്. ഇതൊക്കെ പണ്ട് നമ്മൾ പഴയ ചരിത്രം ഞാൻ ആദ്യം പറഞ്ഞപ്പം ഞാൻ സൂചിപ്പിച്ചു. അത് പിന്നെ അന്ന് ഈ രോഗങ്ങളും ഒക്കെ ഉള്ളതിന് മുമ്പ് തന്നെ ഒരു പ്രാചീന ചികിത്സാ രീതിയായിട്ട് തന്നെ ഉപവാസത്തെ കണ്ടിരുന്നു. പക്ഷെ ഇപ്പോ ഈ 21ാം നൂറ്റാണ്ടില് ഈ 2016 2018 ഒക്കെ നോബൽ സമ്മാനം കിട്ടിയ ആളുകളുടെയും കണ്ടുപിടുത്തം ഇതിലേക്ക് തന്നെയാണ് പോയെത്തുന്നത്. അപ്പൊ പിന്നെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോസ് ആൻഡ് റിവേഴ്സ് ദ ഏജിങ് പ്രോസസ്സ്. അപ്പൊ നമ്മുടെ ആ ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ നമ്മൾ അഡ്വാനിയുടെ കഥ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, അത് കഥയല്ല, സംഭവം തന്നെയാണ്. ആ സംഭവം ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം വളരെ കുറച്ചായി കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഏജിങ് പ്രോസസ്സും അതനുസരിച്ച് സ്ലോ ആകുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഉപവാസത്തെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ബാക്കി നോബൽ പ്രൈസ് കിട്ടിയവരെ പറ്റിയും ബാക്കിയുള്ള പിന്നെ നമുക്കറിയാവുന്നവരെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മഹാത്മാഗാന്ധിയെ അനുസ്മരിക്കാതെ വിട്ടുപോകുന്നത് ശരിയാവില്ല. കാരണം നമുക്കറിയാം മഹാത്മാഗാന്ധി സത്യത്തിൽ ഉപവാസ സമരത്തിന്റെ ഒരു പ്രയോക്താവായിരുന്നു. അദ്ദേഹത്തിന്റെ അഹിംസ സിദ്ധാന്തത്തിന്റെയും സത്യഗ്രഹത്തിന്റെ ഒക്കെ ഒരു ആണിക്കല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഉപവാസ സമരം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പക്ഷെ ഉപവസിച്ചിരുന്നത് എന്തുകൊണ്ട് വേണ്ടിയിട്ടാണ്? വെറുതെ ഒരു വിശപ്പുള്ളവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം, ഒരു സെൽഫ് സാക്രിഫൈസ് ആയിട്ടും മറ്റുള്ളവരുടെ മനസ്സാക്ഷി ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുമാണ്. നമുക്കറിയാം ലോകത്തൊരിടത്തും ഇതുപോലെ ഒരു അഹിംസയുടെ രീതിയിൽ അല്ലെങ്കിൽ ഉപവാസ സമരത്തിലൂടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ പിടിച്ചു കുലിക്കുക സംഭവങ്ങൾ നമുക്കറിയാം. അപ്പൊ നമ്മളിപ്പോ ഉപവസിക്കുന്നതിന് അപ്പം ഈ ഗാന്ധിജിയുടെ ഒക്കെ കാര്യം മാത്രമല്ല, അടുത്ത കാലത്ത് ഒരു പുസ്തകത്തിൽ ഇത് വായിച്ചിരുന്ന മാതിരി ഇപ്പം നമുക്കറിയാം, ഇപ്പം നമുക്കൊക്കെ ഒത്തിരി ശത്രുക്കൾ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ളതുപോലെ നമുക്ക് പലപ്പോഴും ഒക്കെ തോന്നും. അപ്പോൾ ഈ സത്യത്തിൽ നമുക്ക് ആർക്കെങ്കിലും നമ്മളൊരു റിലീജിയസ് ആയിട്ടൂടെ നമ്മൾ എടുക്കുക കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പർപ്പസോട് കൂടിയാണ് നമ്മൾ ഉപവസിക്കുന്നതെങ്കിൽ അതിനകത്ത് അത് തവിടുപൊടിയായി പോകും. അത് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്ന പഴയ മുനിമാരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മഹർഷിമാരുടെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്കൊക്കെ ഈ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അവർക്കൊക്കെ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതായത് തിന്മയുടെ ശക്തിയുടെ മേല് ആധിപത്യം നേടുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിരുന്നത് ഈ സെൽഫ് സാക്രിഫൈസും ഇതെല്ലാം കൂടെ. അപ്പൊ നമ്മളിത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, മതപരമായ കാര്യങ്ങൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് ഒരു തരത്തിലും ഒഴിവാക്കാവുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ഈ ഉപവാസത്തിലൂടെ നമ്മൾ എങ്ങനെ ഉന്മേഷം നടത്താൻ പറ്റും നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഒത്തിരി ശാരീരിക നേട്ടങ്ങൾ നമുക്കുണ്ടാവുന്നുണ്ട്. നമ്മൾ ഈ ശരീരത്തിലെ വിഷാംശം നമ്മൾ നീക്കം ചെയ്യുന്നുണ്ട്, അത് ദഹനം മെച്ചപ്പെടുത്തുന്നുണ്ട്, പ്രതിരോധ ശേഷി അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മാനസികമായിട്ടുള്ള നേട്ടങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ശ്രദ്ധ നമുക്ക് വരുന്നുണ്ട്, നമുക്ക് ക്ഷമ കിട്ടും, സ്വയം അച്ചടക്കം കിട്ടും. പിന്നെ ആത്മീയമായിട്ടുള്ള നേട്ടങ്ങൾ, നമ്മുടെ വിശ്വാസം, ഭക്തി, പോസിറ്റീവ് കർമ്മങ്ങൾ, ഇതെല്ലാം പ്രയോജനമായിട്ടുള്ളതാണ്. നമ്മൾ വൈകാരികമായിട്ടുള്ളൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കുകയും മറ്റുള്ളവരുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് കൂടാനും ഒക്കെ വരും. അപ്പൊ അങ്ങനെ നമ്മൾ ഉപവാസം എന്ന് പറയുന്നത്, ഉപവസിച്ച് കഴിഞ്ഞ് നമ്മൾ പതുക്കെ നമ്മൾ ഉന്മേഷത്തിലേക്ക് നമ്മൾ എത്തുക നമ്മൾ ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം
എടുത്തു ചാടി. എന്നാൽ പിന്നെ ഇത് VRB സാറിന്റെ ക്ലാസ്സിൽ ഇത് കേട്ടതാണ്, അല്ലെങ്കിൽ ജേസൺ സാർ അവിടെ വന്നിരുന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് നാളെ മുതൽ ആരും ഉപവസിച്ചേക്കാം എന്നും പറഞ്ഞങ്ങ് ചാടി ഇറങ്ങി പുറപ്പെട്ടേക്കരുത്. അപ്പൊ തുടക്കത്തിൽ നമ്മൾ രീതിയിൽ ഇതിനെ തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു 12 മണിക്കൂർ വിൻഡോ നമുക്ക് ആദ്യം ട്രൈ ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൈകിട്ട് അത്താഴം കഴിക്കുന്ന ഇത് ഒരല്പം നേരത്തെ ആക്കുക. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ 8 മണിക്കല്ലേ നമ്മൾ ക്ലാസ് തുടങ്ങിയേ. സത്യത്തിൽ എനിക്കറിയില്ല എത്ര പേര് അത്താഴം കഴിച്ചിട്ടാണ് ഈ ക്ലാസ് കൂടാൻ വന്നിരുന്നതെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഈ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുന്നതിന് സമയത്തായിരിക്കും ഒരുപക്ഷെ കുറച്ച് പേര് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്ത് പോയി കഴിക്കാമെന്ന് വിചാരിക്കും. അപ്പൊ ആ ഒരു രീതികൾക്ക്, ആ ഒരു ശീലത്തിന് മാറ്റം വരണം. നമുക്കറിയാം നമ്മൾ ഉണ്ട് കഴിഞ്ഞാൽ അരക്കാതെ നടക്കണം എന്ന് നമ്മളിത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അതിന് തന്നെ കാരണം എന്താ, നമ്മൾ ഇതെല്ലാം കൂടെ വലിച്ചു വാരി തിന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കട്ടിലെ പോയി കിടന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു, ഉറക്കം വരാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഈ കഴിച്ചത് മുഴുവൻ ഒന്ന് ദഹിക്കണ്ടേ. പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയനും കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ദഹിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി സമയമെടുക്കും. അപ്പൊ പിന്നെ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന അവയവങ്ങളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ കിടന്നാലും ഉറക്കം വരിക? ഒരിക്കലും സംഭവിക്കില്ല. അപ്പം പിന്നെ മറ്റൊരു കാര്യമുള്ള, നമ്മളത് മാത്രമല്ല, നമ്മൾ ഇത് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെയും ഉച്ചഭക്ഷണം രാജകുമാരനെ പോലെയും അത്താഴം നമ്മൾ ദരിദ്രനെ പോലും കഴിക്കണമെന്നാണല്ലോ നമ്മുടെ തന്നെ ഒരു പ്രമാണം. അപ്പം പക്ഷേ രാവിലെ രാജാവിനെ പോലെ നമ്മൾ കഴിച്ചാൽ, സമൃദ്ധമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് ദഹിക്കാനുള്ള സമയവും ഓടിച്ചാടി നടന്ന് വല്ലതും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വിശ്രമിക്കാനുള്ളൊരു സമയത്തിലേക്ക് എത്തും. അപ്പൊ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അത് കുറച്ചുകൂടെ നമ്മൾ കഴിക്കണം. പക്ഷെ ഇവിടെ പലപ്പോഴും എപ്പോഴാണ് സംഭവിക്കുന്നത്, നമ്മുടെ ഇപ്പൊ ഇതിന് നേരെ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്. കാരണം രാവിലെ ഓഫീസിൽ പോകാൻ, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ഓടിപ്പിടിച്ച് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് വരുത്തിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാണ് നമ്മൾ മൂക്കറ്റം കഴിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഈ പാളി പോകുന്നത്. അപ്പൊ അത് പിന്നെ നമ്മളെ പറഞ്ഞു വന്നൊരു കൂട്ടത്തില് അത്താഴം ദരിദ്രനെ പോലെ കഴിക്കണമെന്നുള്ള, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്താഴം അതിദരിദ്രരെ പോലെ ആയിട്ട് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ മതി. കാരണം നമുക്കറിയാം അതിദരിദ്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ആ രീതിയിലേക്ക് തന്നെ നമ്മളിത് മാറ്റണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും എന്തെങ്കിലും മരുന്നുകളോ ഒക്കെ എടുക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഭക്ഷണം അല്പം ഒക്കെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അതിനുള്ള സൈഡ് എഫക്റ്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും പിന്നെ മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ പിന്നെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഈ രീതിയിലേക്ക് ഇതൊന്ന് ട്രൈ പോലും ചെയ്യാൻ പോകാൻ പറ്റത്തുള്ളൂ. കാരണം ചിലർക്ക് അത് അവരുടെ ഓരോരുത്തരുടെ രോഗാവസ്ഥ അനുസരിച്ച്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഷ്യസ് ആയിരിക്കണം. നമ്മൾ അതിനകത്ത് എല്ലാ ന്യൂട്രീഷ്യൻസ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, എല്ലാ പോഷകങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഒരു രീതി നമ്മൾ തുടർന്ന് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ആ പാറ്റേൺ അങ്ങോട്ട് തുടരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് പക്ഷേ ആർക്കാണെങ്കിലും നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ബഹുമാനമുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം ഞാൻ സത്യത്തിൽ പിന്നെ സാലി ഇതിൻ്റെ തുടക്കം മുതലേ VRB സാറിൻ്റെ കൂട്ടത്തിൽ ഈ സാധക സമാജം കുടുംബത്തിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ആദ്യ സമയങ്ങളിലൊന്നും ഞാൻ ഇല്ലായിരുന്നു. പക്ഷേ സാലിയുടെ ഒരു നിർബന്ധം കൊണ്ടാണ് ഞാൻ സത്യത്തിൽ വന്ന് വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വരാൻ എനിക്ക് പറ്റിയ. പക്ഷേ അന്നും ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ഗ്രൂപ്പിനോട് എനിക്ക് ഏറ്റവും വലിയൊരു ബഹുമാനം തോന്നുന്നതിനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 4:30 ആകുമ്പം എല്ലാവരും പിന്നെ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, രാവിലെ 70 ഇന്നലെയൊക്കെ 100ഓളം ആളുകൾ VRB സാറിൻ്റെ ഈ ക്ലാസ്സിൽ കൂടുന്നതിന് വേണ്ടി. അപ്പോൾ അടുത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4:30. അപ്പോൾ 4:30 എന്ന് പറയുന്നത് പിന്നെ 4 മണിക്കെങ്കിലും എണീറ്റ് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാണ് 4:30 ആകുമ്പോഴത്തേക്ക് എണീക്കുന്നത്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിനോട് എനിക്ക് ഒരു എപ്പോഴും ഒരു വലിയൊരു ബഹുമാനമുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ വൈകിട്ടത്തെ ഈ ഭക്ഷണം കഴിച്ചയുടെ കാര്യം നമ്മൾ ഇപ്പൊ 6 മണിക്ക് ഭക്ഷണം കഴിക്കുക അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് 6 മണിക്ക് കഴിച്ചു, എന്നാൽ പിന്നെ നാളെ 8 മണിക്ക് അല്ലെങ്കിൽ ടൗണിലേക്ക് ഒന്ന് പോയി, അപ്പൊ പോകുന്ന വഴിക്ക് എന്നാൽ പിന്നെ അവിടെ കയറി ഒന്ന് കഴിച്ചേക്കാം, പിന്നെ വീട്ടിൽ വന്നൊരു കഴിച്ച ആ പരിപാടിക്ക് പോകാതെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടൊരു ടൈം ഫ്രെയിമിൽ അതുമായിട്ട് മുന്നോട്ട് പോകണം. എങ്കിലും അത് ഒരു കാര്യം. അപ്പം
ഈ ഇത്രയും ഒരു കാര്യങ്ങളാണ്. പിന്നെ ഇത് പറഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ നമുക്കറിയാം ഇതിനകത്തുനിന്ന് എങ്ങനെ നമുക്ക് ഉന്മേഷം പറ്റുക. അപ്പൊ ഉന്മേഷം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തില് നമ്മൾ കഴിക്കുന്ന പിന്നെ അളവ് കുറവ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന അളവിൽ നമുക്ക് കുറവ് വരണം, അല്ലേ? അപ്പൊ ഉണ്ടാക്കുന്ന അളവിൽ കുറവ് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒത്തിരി വീട്ടമ്മമാർ മാത്രമല്ല കേട്ടോ, വീട്ടപ്പന്മാരും ഉണ്ട്. അപ്പൊ ആ ഉള്ളൊരു ഭക്ഷണം ക്രമീകരിക്കുന്നവർ നാളെ മുതൽ നമുക്കറിയാം, ഇന്നിപ്പം ഒരു കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു നാഴി അരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നാളെ ഇതൊരു 1/4 കപ്പാക്കുക. ആ ഭക്ഷണത്തിന് പിന്നെ കുറവ് വരും. അപ്പൊ അങ്ങനെ ഓരോന്നും എടുക്കുന്ന ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഒരല്പം കുറവ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. അപ്പൊ ആ ക്വാണ്ടിറ്റി കുറവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വൈകുന്നേരം നമുക്ക് മിച്ചം വരില്ല. പിന്നെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നത് ഇത് കളയണ്ടാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എടുത്ത് ഫ്രിഡ്ജ് വെക്കണ്ടാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഇരിക്കുന്ന മിച്ചമുള്ളതും കൂടെ നമ്മൾ അകത്താക്കാൻ നോക്കും. അപ്പൊ പക്ഷേ എന്തുകൊണ്ടാണ് അത് മിച്ചം വരുന്നത്? നമ്മളത് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ആ ഉണ്ടാക്കുന്ന സ്റ്റേജിൽ തന്നെ നമ്മളത് കുറയ്ക്കണം. അപ്പൊ ഉണ്ടാക്കുന്ന സ്റ്റേജ് കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന്റെ സ്റ്റേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഇല്ലേ? അപ്പൊ നമുക്ക് ഒരു മാസത്തേക്ക് നമുക്ക് 5 കിലോ അരി ഒരു വീട്ടിലേക്ക് വേണമെന്ന് വിചാരിക്കാം. അടുത്ത മാസം അത് വാങ്ങിക്കാൻ പോകുമ്പോൾ 5 വാങ്ങിക്കരുത്, 4 വാങ്ങിക്കാവുള്ളൂ. അപ്പൊ 4 വാങ്ങിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം എന്താ? നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ബില്ലിൽ നമുക്ക് കുറവ് വരും. അപ്പൊ തന്നെ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവും. ഇത് കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്കതങ്ങനെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും, ഇല്ലേ? പിന്നെ നമ്മൾ ഓരോ ദിവസം നമ്മൾ വെയിറ്റ് എടുക്കുന്നു. ആ വെയിറ്റ് എടുക്കുമ്പോൾ ഇന്നിപ്പം നമ്മളിത് വെയിറ്റ് എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു 70 കിലോ ഉണ്ട് എന്ന് വിചാരിക്കുക. നാളെ നമ്മൾ തൂക്കം എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് തൂക്കം എടുത്ത് നോക്കി കഴിയുമ്പോൾ അതൊരു 68ലേക്ക് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണ്, നമുക്കൊരു ഭയങ്കര ഉന്മേഷമല്ലേ നമുക്കുണ്ടാവുക. അത് മാത്രമല്ല, പിന്നെ നമുക്ക് മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൈകിട്ട് കിടന്നു, പലപ്പോഴും കിടന്നു കഴിയുമ്പം എന്താ നമുക്ക് പിന്നെ ഒരു അസ്വസ്ഥ ഉണ്ടാക്കുന്നത്? ഉറക്കം വരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഭക്ഷണത്തിന്റെ കുറവുണ്ടെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ 1 മിനിറ്റിനകം കിടന്ന് ഉറങ്ങിപ്പോവും, ഇല്ലേ? തീർച്ചയായിട്ടും ഉറങ്ങിപ്പോവും, ഒരു സംശയം വേണ്ട. അപ്പൊ അത് അക്കാര്യത്തിനൊക്കെ അത് നല്ലത്. അപ്പൊ ഈ കാര്യത്തിലൊക്കെ അത് ഉന്മേഷം വരും. അത് മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും പിന്നെ ആശുപത്രിയിലെ രോഗത്തിന് വേണ്ടിയിട്ടൊക്കെ ഇത് പിന്നെ നമ്മൾ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയി. ആ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞിട്ട് ഈ ഒരു മാസത്തേക്ക് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത മാസവും പോയി ആ ടെസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു രോഗം പോലും നമ്മുടെ ശരീരത്തിൽ ഇല്ലാതിരുന്നുള്ള അവസ്ഥയിലേക്ക് വരും. അതങ്ങനെ നമ്മൾ ക്രമമായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ശരിക്കും നമുക്കറിയാം, ഇപ്പൊ നമ്മൾ സാറ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ സാറിനെ കണ്ടു കഴിഞ്ഞാൽ എത്ര പിന്നെ കണ്ട പ്രായം തോന്നുകയില്ല എന്ന് പറഞ്ഞ പോലെയല്ലേ സാറ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ഒരു 50 വയസ്സ് പോലും സാറിന് തോന്നുമോ? ഒരിക്കലും തോന്നില്ല. അപ്പൊ കാരണം എന്താ? LK അഡ്വാനി തുടക്കത്തിൽ ഞാനിത് പറഞ്ഞ മാതിരി സാറിന് എന്താണ് 1000 കിലോ അല്ലെങ്കിൽ 2000 കിലോ ആണ് സാറിന്റെ കോട്ട ദൈവം ഇങ്ങോട്ട് തന്നു വിട്ടിരിക്കുന്നത്. സാർ ഇത്രയും കാലമായിട്ട് ഒരു 500 കിലോ പോലും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ദൈവം അങ്ങോട്ട് തിരിച്ചു വിളിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 1500 കൂടി ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ തിരിച്ചു വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു 75-100 വർഷത്തേക്ക് സുഖമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. ഒരു കുഴപ്പം അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ ഇനി എന്താണ്, എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങള് എന്തെങ്കിലും ഒരു സംശയമോ അല്ലെങ്കിൽ വിശദീകരണം എന്തെങ്കിലും വേണമെങ്കിൽ വ്യക്തമായിട്ട് ഇത് ചോദിക്കുക. വിജയ് ഒന്ന് ഫോണാണ് ഓഫാക്കിയത്. വെരി ഗുഡ്. സാധാരണഗതിയിൽ നമ്മുടെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ പോലും 74 കുടുംബം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആർക്കും പരിശോധിക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും പേർ അവസാന നിമിഷത്തിൽ വരെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് 94 കുടുംബങ്ങൾ, ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, 94 കുടുംബങ്ങൾ ഇതിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. വളരെയധികം ഗസ്റ്റുകൾ ഇന്ന് നമ്മുടെ ഇതിലൊപ്പം എത്തിയിട്ടുണ്ട്. മിസ്റ്റർ എബ്രഹാം അഗസ്റ്റി, അനി, ബെറ്റ്സി, ജോർജ് കുട്ടി ഫ്രാൻസിസ്, മണി സാർ, മഞ്ജു ജോസ്, പിന്നെ പേരില്ലാത്ത നത്തിങ് A015, രാധാമോഹൻ, റിയൽമി ഫോണിൽ കണ്ടു, സ്മിത മധു, സുനിൽ സേവ്യർ, ചിത്രാജി, പുഷ്പവേണി, ബിനോ ജേക്കബ്, കൃഷ്ണകുമാരി, കൃഷ്ണനുണ്ണി, ധാരാളം പുതിയ ആൾക്കാർ നമ്മുടെ ജെയ്സൺ സാറിന്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് എത്തി എന്നറിയുന്നതിൽ അതിയായ സന്തോഷം. അവരൊക്കെ തന്നെയും
ഈ സാധക സമാജത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ വളരെ ഭംഗിയായ രീതിയിലാണ് സാറ് ക്ലാസ് എടുത്തത്. ക്ലാസ് തുടങ്ങിയപ്പോൾ പലർക്കും ഒരു എന്താ പറയാ ഒരു സംശയം കേട്ടോ, ഉപവാസവും ഉന്മേഷവും എങ്ങനെ സംബന്ധിക്കും, ഉപവസിച്ചാൽ ശരീരം പോവുകയല്ലേ ഉള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ പലരുടെയും ആ സംശയങ്ങൾ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാല് അത് അവസാനം വന്നപ്പോൾ നേരെ തിരിച്ചു ഭംഗിയായ രീതിയിൽ ഉപവസിക്കുന്നതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആരോഗ്യത്തിന് നല്ലത് എന്ന് പറയുകയുണ്ടായി. നമ്മുടെ ആദ്യം അദ്ദേഹം തുടങ്ങിയത് നമ്മുടെ എന്താണ് രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്ന എന്താ പേര് പറഞ്ഞേ, അദ്വാനിയെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞ് നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, അരി എത്തുക എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? അരി എത്തുക. അയാൾ അരിയെത്തിയല്ല മരിച്ചെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു തന്നെയാണ് അവിടുന്ന് പോരുമ്പോൾ ഇത്ര ലക്ഷത്തി അല്ല ഇത്ര കോടി അരിയാണ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്, അത് കഴിച്ചു തീർന്നാലാണ് അരി എത്തുക എന്ന് നമ്മൾ പറയാറുള്ളത്. ആ ഒരു ശൈലി പലർക്കും അറിയാവുന്ന വിശ്വസിക്കുന്നു. അരി എത്തുക അല്ലെ, കേട്ടിട്ടുണ്ടോ? അരി എത്തിയാണ് മരിച്ചത് അല്ലെ? യെസ്. അപ്പൊ ആ ഒരു രീതി, യെസ്. അതുപോലെ തന്നെ ഈ ഭക്ഷണം കഴിക്കുന്ന വേറൊരു ശൈലിയും പറയാറുണ്ട്. ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആളെ നമ്മൾ എന്ത് പേരാ വിളിക്കാറുള്ളത്? യോഗി. 2 നേരം കഴിക്കുന്ന ആളിനെ ഭോഗി. 3 നേരം കഴിക്കുന്ന ആളിനെ രോഗി. 4 നേരം കഴിക്കുന്ന ആളിനെ എന്താ പറയാ? ദ്രോഹി. മനസ്സിലായില്ലേ? യോഗി, ഭോഗി, രോഗി, ദ്രോഹി. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ആ സാറ് പറഞ്ഞതിന്റെ എത്രയാ. അതുപോലെ തന്നെ ഞാനത് കുറിച്ചു വെച്ചിരിക്കുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള ഉപവാസമാണ്? നിർജ്ജല, ഫലഹാർ, സ്വാത്വിക് ഭോജൻ, ഏകാദശി വ്രതങ്ങള്, നവരാത്രി, പ്രദോഷ വ്രതങ്ങള്, കറുവാചാവത്തിന് കാലി കൗവ കാട്ടേന്നൂടെ എൻ്റെ ഒരു പാട്ടും കൂടി ഉണ്ടല്ലോ സാറേ. കാക്ക വന്ന് കുത്തി കറുവാചാവത്തെ കാലി കൗവ കാട്ടെ, അങ്ങനെ ഒരു പാട്ടുകൂടി എന്നോട് ബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ തിങ്കളാഴ്ച നോയമ്പുകളെ ഇപ്പൊ ഈ നോയമ്പ് നോക്കാനായിട്ട് ഓരോ ദിവസവും പേരിട്ടിരിക്കുക. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച നോക്കാനായിട്ട് തന്നെ പല രീതിയിൽ ഇട്ടിരിക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്ക് അറിയാവുന്ന പോലെ ഈ ഇപ്പൊ മണ്ടാട് പള്ളിയുടെ കാര്യം സാർ സൂചിപ്പിക്കും. അടുത്തായതുകൊണ്ട് പറഞ്ഞു 8 നോയമ്പ്. ധാരാളം ആൾക്കാരാണ് 8 നോയമ്പ്, 21 നോയമ്പ്, 40 നോയമ്പ് ഒക്കെ തന്നെ നോക്കുക തന്നെ. അതുപോലെ തന്നെ ഇസ്ലാം മതക്കാരാണ് റംസാൻ സമയത്തുള്ള ഉമിനീര് പോലും ഇറക്കാതെയുള്ള അത്തരത്തിലുള്ള കഠിനമായ വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അനുഷ്ഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ജെയ്സൺ സാറ് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി ഇല്ലേ. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന, ലഞ്ച് കഴിക്കുന്ന, ഡിന്നർ കഴിക്കുന്ന, അരക്കാതെ നടക്കുന്നൊക്കെ പഴയ ആ വാക്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞു. അപ്പൊ അടിസ്ഥാനപരമായി തന്നെ സാധാരണ കേൾക്കുന്നതിൽ ഉപരിയായി ശാസ്ത്രീയ തത്വങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ജെയ്സൺ സാറിനോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഫാസ്റ്റ് ഫുഡ് കാര്യം നമ്മൾ ഡോക്ടർ ജേക്കബ് സാറിനെ എനിക്കും അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, സത്യസന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇത് കുറയ്ക്കുകയാണെങ്കിൽ ഈ 4 കിലോ എന്നുള്ളത് 3 കിലോ 2 കിലോ. അപ്പൊ ഫാമിലി ബഡ്ജറ്റിംഗ്, ആ പ്ലാനിങ് വരെ, എക്കണോമിക്സ് വരെ അതിനകത്ത് അദ്ദേഹം പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ കറക്റ്റാണ്, ഉപനിഷത്തും ഉപവാസവും രണ്ടും ഒന്ന്, ആ ഭാഗം തമ്മിൽ ചേരുന്നുണ്ട്. അപ്പൊ ഈശ്വരനോട് അടുക്കുന്നതിന് ആവശ്യമായ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഉപവാസത്തെ കാണാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിവക്ഷ. വളരെ സന്തോഷകരമായിരുന്നു. ധാരാളം സംശയങ്ങളൊക്കെ പലർക്കും ചോദിക്കാനുണ്ടാകും. തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ സാറിനോടാണ് എന്നുള്ള ഒരു മടിയും വിചാരിക്കാതെ ചോദിക്കാം. വളരെ എന്താ പറയാ, അദ്ദേഹത്തെ അനുമോദിക്കാൻ വളരെ 80 തൊട്ട് വിദ്യാർത്ഥി നേതാവായിരുന്ന 80 എന്ന് പറയുമ്പോൾ 20-45 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് ജെയ്സൺ സാറ്. നമുക്ക് ഇന്ന് കിട്ടിയ ഒരു ചാൻസ് ആണ്. അത് വളരെയധികം സന്തോഷമുണ്ട്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ തിരക്കുകാരൻ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് നമുക്ക് നേരത്തെ കേൾക്കേണ്ടതായിരുന്നല്ലോ എന്നൊരു തോന്നലാണ് ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുന്നത്. വിലാസിനിമാൻ കൈവക്കിയിട്ടുണ്ട്, നാരായൺ സാർ കൈവക്കുന്നുണ്ട്, പലരും കൈവക്കുക. അപ്പൊ സംശയങ്ങൾ ചോദിക്കാനുള്ള കൈവക്കുക, എന്നിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുക, പറയുക. എല്ലാവർക്കും ഒരിക്കലും എത്ര ഇതുണ്ട് ഇപ്പോഴും 72 പേർ. ഐ ആം സോ ഹാപ്പി. 72 കുടുംബങ്ങളാണ് ഇപ്പോഴും. സാധാരണ ഇപ്പൊ 30-32 പോകുന്നതാണ് അല്ലെ, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അത്രമാത്രം ആ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ആൾക്കാർ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അവരോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. സാധക സമാജത്തിന്റെ പേരിൽ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. നന്ദി അറിയിക്കുന്നു. ഓരോരുത്തർക്കായിട്ട് സംശയങ്ങൾ ചോദിക്കാം. ഓവർ ടു വിലാസിനിമാം. യു ക്യാൻ സ്റ്റാർട്ട്.
ബഹുമാനപ്പെട്ട ജെയ്സൺ സാർ, എക്സലന്റ് പ്രസന്റേഷൻ. ഒരു സയന്റിഫിക് പേപ്പർ പ്രസന്റ് ചെയ്യുന്ന പോലെ വളരെ 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 ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം ഡിസ്കസ് ചെയ്ത് ഇത്രയും ഒരു നല്ല ഈ ടോപ്പിക്ക് ഇത്രയും ശുദ്ധ മലയാളത്തിൽ വളരെ നന്നായിട്ട് ചെയ്തു. ഇത് ശരിക്കും എല്ലാവർക്കും വളരെ വളരെ പ്രയോജനപ്പെട്ടതാണ്. ഞാൻ 2021 തൊട്ട് സാലിയായിട്ട് പരിചയമുണ്ട്. US ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സാറിന് ഇതുവരെ പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇത്രയും വലിയൊരു കഴിവുള്ള വളരെ പ്രഗത്ഭനായ ഒരു ആളാണെന്നുള്ള ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് മാത്രമല്ല, രണ്ടുപേരും കൂടി മാരത്തോൺ റേസിനും അവിടെ കൃഷിക്കും എല്ലാത്തിനും പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇന്നത്തെ പ്രസന്റേഷൻ ഉഗ്രനായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ വളരെ പ്രയോജനപ്രദമായിരുന്നു. ഇത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു വിലാസിനി മാം. നാരായൺജി പ്ലീസ്. നാരായൺജി ചോദിച്ചോളൂ. ചെറിയൊരു സംശയം ഉള്ളതെന്ന് വെച്ചാൽ, കേൾക്കുന്നില്ലേ? കേൾക്കാം പറഞ്ഞോളൂ. അതായത് ഈ റംസാൻ കാലത്ത് അപ്പം വ്രതം എടുത്തതിന് ശേഷം വൈകുന്നേരം നോമ്പ് തുറ സമയത്ത് അവര് ആദ്യം കാരക്ക വെള്ളം ഉപയോഗിച്ചിട്ട് നോമ്പ് നടത്തുന്നു. അതിനുശേഷം കുറെ ഫ്രൂട്ട്സ് കഴിക്കുന്നു. അതിന്റെ ഒന്നിച്ച് ഈ എണ്ണക്കടികൾ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ശരീരത്തിന് ഇത്ര ഗുണമുള്ളതാണോ എന്നൊരു സംശയം. അതിന്റെ സാറിന്റെ അഭിപ്രായം എന്താ? അത് തീർച്ചയായിട്ടും അത് സത്യത്തില് ശരിക്കും കൃത്യമായിട്ട് നോയമ്പ് നോക്കി പോകുന്നവർ നമുക്കറിയാം. അവര് പിന്നെ ഡേറ്റ്സ് അല്ലെങ്കിൽ ഈന്തപ്പഴം കഴിച്ചാണ് അവർ സത്യത്തിൽ ഈന്തപ്പഴവും ചെറിയ ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചാണ്. അപ്പൊ അതിന് പകരം എണ്ണപ്പലഹാരം കഴിക്കുന്നതെന്ന് പറയുന്നത് ഒരു തരത്തിലും അത് ശരിയല്ല. അത് എല്ലാ തരത്തിലും നമ്മളത് നേരത്തെ പരമ്പരാഗതമായിട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ കഴിച്ചിരുന്നത് നമുക്കറിയാം. നമ്മളൊക്കെ നോയമ്പ് തുറക്കൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ച് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അവർ പോകുമ്പോൾ അവർ കാണുന്ന ആ ഈന്തപ്പഴം കഴിച്ച് അത് തുടങ്ങുന്നു, അല്ലെങ്കിൽ ചെറിയ ഫ്രൂട്ട്സ് കഴിച്ച് തുടങ്ങുന്നു. എന്നിട്ട് സാവകാശത്തിലാണ് അടുത്ത ഒരു ഭക്ഷണത്തിലേക്ക് നമ്മളിത് പോകുന്നത്. അപ്പോൾ അത് എണ്ണപ്പലഹാരം കഴിക്കുന്നത് നോയമ്പ് കാലത്തല്ല, ബാക്കിയുള്ള സമയത്താണെങ്കിൽ പോലും അത് ദോഷകരം തന്നെയാണ്. അല്ല, ഈ ശരീരം കംപ്ലീറ്റ് വൃതായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ എണ്ണ അടി ചെല്ലുമ്പോൾ ആ ശരീരത്തിന് ദോഷമില്ല എന്നാണ് ചോദിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതെ. അപ്പൊ അതുകൊണ്ടാണ് അത് എണ്ണപ്പലഹാരത്തിനേക്ക് അത് പണ്ട് കാലത്തുള്ള നമ്മുടെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ സഹോദരന്മാർ എടുക്കുമ്പം അവരതിനകത്ത് എണ്ണപ്പലഹാരം അല്ല അവർ സത്യത്തിൽ വളരെ ചെറിയൊരു കടിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുള്ളതേ ഉള്ളൂ. പ്രധാനമായിട്ടും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് ഒക്കെ ഉപയോഗിച്ചാണ് അവരത് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത്. അതിനകത്ത് കൂടുതൽ സയന്റിഫിക് ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് പറ്റും. അത് ഈന്തപ്പഴത്തിനൊക്കെ അതിൻ്റെതായ ഒരു ഗുണം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ അതിൽ നിന്ന് അങ്ങനെ തന്നെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ പുതിയ തലമുറ അങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. നമുക്ക് അതുകൊണ്ടാണ് സത്യത്തിൽ ഇപ്പം നമുക്കറിയാമല്ലോ, പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലങ്ങളിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഈ പുതിയ പേരുകളോടുകൂടി റെസ്റ്റോറൻറ്റുകൾ എന്താ ഇപ്പോൾ കാണുന്നത്, ഈ അൽഫാം, കുഴിമന്തി അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരു വാക്ക് പോലും ഇല്ലായിരുന്നു. അതൊക്കെ മലയാളത്തിൽ ഇങ്ങനെ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഈ പുതിയൊരു തലമുറയുടെ ഒരു തെറ്റായ ഒരു രീതിയിലേക്കുള്ള രീതിയിലാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ മാത്രമല്ല, ഈ അടുത്തിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചു, എവിടെയോ നമ്മുടെ അംഗൻവാടികളിൽ ഒക്കെ പണ്ട് നല്ല സമൃദ്ധമായിട്ട് നമ്മൾ ഏതെങ്കിലും മുട്ടയും പാലും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നെടുത്ത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ട് ഏതോ ഒരു കൊച്ച് പറഞ്ഞു എന്ന്, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല കേട്ടോ, ബിരിയാണി വേണമെന്ന് പറഞ്ഞുണ്ട്. പക്ഷേ ബിരിയാണി കൊടുക്കുന്ന അത് സത്യത്തിൽ ആരെങ്കിലും ഡോക്ടർമാരായിരുന്നു നമ്മുടെ ഈ ഉണ്ടായിരുന്നവരാണ് നമ്മുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവർ, അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് പോയില്ല. അപ്പോൾ അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ ബിരിയാണിയോ അല്ലെങ്കിൽ എണ്ണപ്പലഹാരങ്ങളോ അല്ല കൊടുക്കേണ്ടത് സത്യത്തിൽ. അപ്പൊ ഒരു ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും വിമർശിക്കാനോ ഇത് പറഞ്ഞതല്ല കേട്ടോ. അത് തെറ്റായ ഒരു രീതിയാണ്. അപ്പൊ അത് നമ്മുടെ പുതിയ തലമുറയിലുള്ള രീതിയാണ്. മാത്രമല്ല ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ശ്രദ്ധപ്പെടുത്തിയത്. താങ്ക് യു നാരായൺജി. അംബിക ടീച്ചർ. നമസ്കാരം. ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ജെയ്സൺ സാറിന്റെ ഇന്നത്തെ ഈ പ്രസന്റേഷൻ വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു. നമ്മുടെ വ്യായാമവും ഉപവാസവും, ആ ഉപവാസത്തിന്റെ കാര്യം സാറ് 3 മതത്തിനെയും കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മുടെ ഹിന്ദുമതത്തിനെ കുറിച്ച് പറഞ്ഞു. ഇത്രയൊക്കെ
സാറത് എങ്ങനെ പ്രാവർത്തികമാക്കിയെന്ന് എനിക്കറിയില്ല. ശരിയാണ്, ഉപവാസം നമ്മൾ എടുത്താൽ അത് നിഷ്ഠയായിട്ടുള്ള ഉപവാസം വേണം എടുക്കേണ്ടത്, അല്ലെങ്കിൽ എടുക്കരുതെന്നാണ്. ഹിന്ദു പുരാണത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മൾ തിങ്കളാഴ്ച വ്രതം നോക്കുമ്പോൾ ഫുള്ള് ഭക്ഷണം ഒഴിവാക്കിയിട്ട് വൈകിട്ട് കരിക്കും വെള്ളം കുടിച്ച് പിന്നെയാണ് ഉപവാസം മാറ്റുന്നത്. അതെല്ലാം അങ്ങനെ ഏകാദശി വ്രതം അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് എക്സലൻ്റ് ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു സാറ് നടത്തിയിരുന്നത്. പിന്നെ ക്രിസ്തു, പിന്നെ മുസൽമാൻ്റെ, ഇവരുടെ എല്ലാം കാര്യങ്ങൾ ഇതെല്ലാം സാറ് നല്ല രീതിയിൽ പഠിച്ചു. ഞങ്ങൾക്ക് കുറേ കൂടെ ഇത് VRP സാറ് പറഞ്ഞോട് ഇച്ചിരി താമസിച്ചു പോയി ഇതൊക്കെ കിട്ടാൻ. ഇപ്പോൾ ഉപവാസം കുറച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ സാധക സമാജത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം വലിയ ഉപവാസം എടുക്കുന്നുണ്ട്, പ്രായത്തിൻ്റെതായിട്ടുള്ള ഉപവാസങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സാർ. അതിനകത്ത് പ്രത്യേക സംശയങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ അദ്വാനിയുടെ കാര്യം പറഞ്ഞു, അത് ഒരു പുതിയ അറിവാണ്. പിന്നെ സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇത്രയും 2000 ഭക്ഷണം നമ്മൾ കഴിച്ചു തീർന്നിട്ട്, അത് നമുക്ക് അത് കഴിച്ചു തീർന്നിട്ടേ നമ്മുടെ ജന്മം സഫലമാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അതായിരിക്കും ഈ 102, 105, 120 വയസ്സ് വരെ ആൾക്കാരിരിക്കുന്നത് അതായിരിക്കാം. കഴിഞ്ഞ ദിവസം കണ്ട 120 വയസ്സ് വരെയുള്ളത് ഒരമ്മയുടെയും ഒരപ്പൻ്റെയും കഥകൾ. അവർക്കൊക്കെ ചിലപ്പോൾ ഇതായിരിക്കും, ഇത്രയും ഭക്ഷണം തീരാത്തത് കൊണ്ടായിരിക്കാം അവരൊക്കെ നമ്മളിരുന്നത്. അതും ഒരു പുതിയ അറിവായിരുന്നു സാർ എനിക്ക് കിട്ടിയത്. ഒരു നല്ല അറിവ്, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു അറിവായിരുന്നു. നന്നായിരുന്നു, നല്ല ഒരു പ്രസൻറ്റേഷൻ. പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല സാർ. നല്ല പ്രസൻറ്റേഷൻ. താങ്ക് യു സാർ, താങ്ക് യു സാർ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു അംബിക ടീച്ചർ. ചോദിച്ചോളൂ. ഫിലിപ്പ് സാർ എന്തോ ചോദിക്കാൻ പറ്റും? പലപ്പോഴും പലരുമേ നാരങ്ങാനീര് കുടിച്ച് ഈ ഉപവാസം അവസാനിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം. അത് പിന്നെ നാരങ്ങാനീര് അത് ലളിതമായ രീതിയിൽ കഴിച്ചു പോകുന്ന അതിൻ്റെ ഒരു സയന്റിഫിക് കാര്യം പറഞ്ഞു തരാനായിട്ട് എനിക്ക് അതിൻ്റെ ഒരു അറിവില്ല. പക്ഷേ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കാതെ ഇത് നമ്മൾ നാരങ്ങ നീരാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് ശരീരത്തിൽ പിന്നീട് നമ്മൾ കഴിക്കാൻ പോകുന്ന ആ ദഹന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗപ്രദമായിട്ടാണെന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ ബാക്കിയുള്ളതാണ് നമ്മൾ പിന്നെ ഇപ്പം കഴിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ ആ ഷുഗറിൻ്റെ ഇൻടേക്ക് കൂടുതൽ വളരെ പെട്ടെന്ന് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയും അത് പിന്നെ നമ്മൾ പിന്നെ കൂടുതൽ ക്ഷീണത്തിന് കാരണമായിട്ട് മാറുകയും കൂടെ ചെയ്യും രക്തത്തിൽ വളരെ പെട്ടെന്ന്. ഇപ്പം നമ്മൾ അതിന് പകരം നമ്മൾ ഈ പിന്നെ കുറേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം നാരങ്ങ ആണെങ്കിൽ അതിന് അസിഡിറ്റി ഇതുള്ളത് കൊണ്ട് പിന്നെ അത് പിന്നെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്കാണ് അത് മുന്നോട്ട് പോകുക. അതുകൊണ്ടാണ് അങ്ങനെ സാധാരണഗതിയിൽ നാരങ്ങാനീര് കഴിച്ച് ഉപവസിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ഉപവസിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും പിന്നീട് പോയി വളരെ പെട്ടെന്ന് വയറ് നിറച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ബിരിയാണി പോലുള്ള കാര്യങ്ങൾ കഴിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷമായിട്ട് തന്നെ സംഭവിക്കും. അത് ക്ഷീണം. അപ്പം നമുക്കറിയാം ഈ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു സദ്യക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ, നമുക്കൊരു ഭയങ്കര ഒരു കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പോയി കിടന്നാൽ മതി എന്നുള്ളൊരു ക്ഷീണം നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള അതുകൊണ്ടാണ് അത് പിന്നെ നാരങ്ങാനീര് ലളിതമായ രീതിയിൽ ഉപവാസം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫിലിപ്പ് സാർ. അതിന് ഒരു കാര്യം കൂടി ഉണ്ട് സാർ. നമ്മുടെ ഹൈഡ്രേഷൻ ഇലക്ട്രോലൈറ്റ് കൂടുതലുള്ള ഇതാണ് ലെമൺ ജ്യൂസിന്റെ. അത് പിന്നെ ഒന്ന് നമ്മുടെ ഡൈജസ്റ്റീവ് സ്റ്റിമുലേഷൻ അത് കൂടുതൽ ഉണ്ടാക്കുന്നതാണ് പറയപ്പെടുന്നത്. ലെമൺ ജ്യൂസ് ഡൈജസ്റ്റീവ് എൻസൈംസ് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഡീറ്റോക്സിഫിക്കേഷൻ അറിയാമല്ലോ. ഡീറ്റോക്സിഫിക്കേഷൻ വളരെയധികം ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഡീറ്റോക്സിഫിക്കേഷൻ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ കീറ്റോസിസ് ഈ സയന്റിഫിക് ആയിട്ട് സാർ പറഞ്ഞുകൊണ്ട് പറയാണ് മെയിൻറ്റെയിൻസ് കീറ്റോസിസ് ഇതിന് ആവശ്യമാണ്. നമ്മുടെ pH വാല്യൂ അത് ഈ ഇരുന്ന് കഴിയുമ്പോഴത്തേന് സത്യാഗ്രഹം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ pH വാല്യൂ വളരെയധികം വ്യത്യാസം വരും. ആ അസിഡിക് ആ ലെമൺ ജ്യൂസ് ആൽക്ലൈസിങ് നേച്ചർ ആയതുകൊണ്ട് ആ ബാലൻസ് pH കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ് വേറൊരു വശം. കാരണം പണ്ട് സമരത്തെക്കുറിച്ച് ഇങ്ങനെ ഞാൻ പഠിച്ചപ്പോഴാന്ന് പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ട് പറയാണ്. ഓക്കെ സർ, പ്ലീസ്. എനിബഡി എൽസ് കൂടുതൽ ആൾക്കുണ്ട് ചോദിക്കാം? ചോദിക്കാനൊന്നും ഇല്ല സാറേ. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അങ്ങോട്ട് ചോദിക്കാനായിട്ടൊന്നും ഇല്ല. കാരണം ചോദിക്കണമെന്ന് ഓർത്തത് പോലും എല്ലാം ഇടയ്ക്ക് സാറ് പറഞ്ഞു.
ആദ്യം മുതല് ഇത്ര അടുക്കും ചിട്ടയോടെയും പുരാതന കാലം മുതലും എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എല്ലാം കൂടെ കോർത്തിണക്കി എടുത്ത ക്ലാസ് എത്രയോ ഉഗ്രനായിരുന്നു. ഞാൻ ഓർക്കും സാലിയുടെ അടുത്ത് സാറ് ചോദിക്കുമ്പോൾ മാത്രമേ ജെയ്സൺ സാറിനെ കാണാറുള്ളൂ. ഇങ്ങനെ മാറിയിരിക്കുന്ന ഒരാളാണ്. ഇത്രയും ഗംഭീരമായിട്ട് എടുക്കാനും ഞാൻ ഓർത്ത് ഇന്ന് ഉപവാസത്തെ കുറിച്ചുള്ള ക്ലാസ് ആകുമ്പം ഇടയ്ക്ക് ഓർത്ത് പോയി ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു പ്രതീതി പോലെ തോന്നി. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആഴം എത്രമാത്രം ഉണ്ടെന്ന് ശാസ്ത്രീയമായിട്ടും മെഡിക്കലായിട്ടും ആത്മീയമായിട്ടും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാർ എടുത്തതും. അപ്പൊ ഞാൻ റോസമ്മ ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ ആ ഫാമിലിയെ ഓർക്കുവാണ്. സാലി എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ജോയിൻ ചെയ്ത് അധികം കഴിയുന്നതിന് മുമ്പ് ഞാൻ യൂറോപ്പിന് പോയപ്പോൾ ഈ സാലി എന്നെ വിളിക്കുക, ടീച്ചറെ ഞാൻ സാധക സമാജത്തിലെ ഒരാളാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേര് പറഞ്ഞു. എന്നിട്ട് എന്നോട് അന്നേരം തന്നെ പറയുകയാണ്, ഇങ്ങനെ യാത്രയിലല്ലേ ഫോട്ടോസ് നമ്മുടെ ഗ്രൂപ്പിലിടണം, എല്ലാവർക്കും കാണാമല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് എനിക്കൊരു ഉത്തേജനം തന്ന സാലിയാണ്. ഇപ്പോഴും നമ്മുടെ ഓഫ്ലൈൻ മീറ്റിങ്ങിനും അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അഭിപ്രായങ്ങൾ ചോദിക്കുകയും നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്യുന്ന ഒരു നമ്മുടെ സാധക സമാജത്തിന്റെ എന്താണ് പറയേണ്ടത്, സജീവ പ്രവർത്തകരാണ് ഇവരെന്നുള്ളതിൽ സംശയമില്ല. സാറിന്റെ ക്ലാസ് അതിന് ഉപോത്ബലകമായിരുന്നു. വളരെ നല്ലതായിരുന്നു സാറേ. ഒത്തിരി താങ്ക്സ്. ഫിലോമിനാജി, ഫോട്ടോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മലേഷ്യ വന്നു കഴിഞ്ഞപ്പോൾ ജെയ്സൺ സാറിന്റെ അവിടെ ഒരു എന്താ പറയാ, ഞാൻ ഇപ്പോഴും ഓർക്കാം, ആ പുല്ലിൽ മുട്ടുകുത്തി ഇരുന്ന ആൾക്കാരുടെ ആ ഫോട്ടോഗ്രാഫ് എടുത്തൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിൽ കൂടെ വരികയാണ്. എന്റെ മനസ്സിൽ കൂടെ വരികയാണ്. അത്രമാത്രം കഷ്ടപ്പെട്ട ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ആ കളക്റ്റീവ് മെന്റാലിറ്റി അല്ലെ, അദ്ദേഹത്തിന് പറയുന്ന പോലെ ആ ഓരോ സ്ഥലത്തും. അതുപോലെ ഞാൻ എല്ലാവർക്കും വന്നിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും, നിലത്ത് കുത്തിയിരുന്ന ആൾക്കാരെ വളരെ അത്രമാത്രം ഭംഗിയായ രീതിയിൽ ഒരു ഏകോപനത്തോടു കൂടി ആൾക്കാരെ കൊണ്ടുപോകുന്നതിനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഫന്റാസ്റ്റിക്. അതാണല്ലോ 80ാമത്തെ വയസ്സ് 1980 മുതൽ അദ്ദേഹം നേതാവായിരുന്നു കോളേജിൽ. അതുപോലെ വളരെ നേരത്തെ പറയുണ്ടായില്ലേ, ചാനലുകളിലും ഒക്കെ വന്നിരുന്ന ആ ആൾക്കാരെ ഉദ്ബോധിപ്പിക്കാനുള്ള കഴിവ് ഇപ്പോഴാണ് നമ്മൾക്ക് കിട്ടിയതെന്ന് മാത്രം പറയാനുള്ളൂ. Anyway, we are lucky enough to hear at least now itself. Thank you once again, Jason. നമുക്ക് സാലിക്ക സാറേ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണ്ടേ? സാരി ഉണ്ട് ഇവിടെ, ഞാൻ കണ്ടു. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഉണ്ടോ? നല്ലൊരു പ്രസന്റേഷൻ ജെയ്സൺ ജി. ഞങ്ങള് സാറേ 80 മുതൽ 85 5 വർഷം ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച് നല്ലൊരു നേതാവായിരുന്നു അന്ന് ഞങ്ങളുടെ കോളേജിലെ ചെയർമാൻ. ശരിക്കും ഇന്ന് അമേരിക്കയിൽ എത്തിയിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു ലീഡറെ കിട്ടുമായിരുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും ഞാൻ സാലിയോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അങ്ങനെ നല്ലൊരു രണ്ടുപേരും അതെ നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അത് മാത്രമല്ല നല്ലൊരു എമ്പതിയൊക്കെ ഉള്ളൊരു വ്യക്തിത്വങ്ങളായിരുന്നു രണ്ടുപേരും. പറയാതിരിക്കാൻ വയ്യ. ഇവർ കാരണമാണ് ശരിക്കും ഞങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് വന്നത്. അതിന് ഒത്തിരി നന്ദിയുണ്ട്. നല്ലൊരു പ്രസൻറ്റേഷനായിരുന്നു, സംശയങ്ങളൊന്നും ബാക്കിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ നല്ല ഉപവാസവും ഉന്മേഷവും, ഞങ്ങൾ എല്ലാവരും നല്ല ഉന്മേഷഭരിതരായിരിക്കുകയാണ് ഇപ്പോൾ. അത്രയും നല്ല ക്ലാസ്. അതൊരു മിനിറ്റ് പോലും ഞങ്ങളുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചില്ല. അത്രയും കോൺസെൻട്രേഷനോട് കൂടിയാണ് ക്ലാസ് ശ്രദ്ധിച്ചത്. ഒത്തിരി സന്തോഷം. ജെയ്സൺ ജി, സാലി, നന്ദി, നമസ്കാരം, അഭിനന്ദനങ്ങൾ. ഒത്തിരി ഹൃദയത്തിൻ്റെ ഭാഷയിൽ എങ്ങനെ അഭിനന്ദനം അറിയിക്കണമെന്ന് അറിയാം. അത്രയും നല്ല ഒരു പ്രസൻറ്റേഷനായിരുന്നു. ഞങ്ങളോട് ഇന്നലെ സാറ് രാവിലെ പറഞ്ഞ് ഒരു പ്രതീക്ഷിക്കാത്തൊരു ക്ലാസ്സാണ്, ഒരു മഹൽ വ്യക്തിയാണ് എടുക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചേട്ടൻ പറഞ്ഞു നമ്മുടെ ജെയ്സണാട്ടോ ക്ലാസ് എടുക്കുന്നത്, നമ്മുടെ ജെയ്സൺ. അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞത്, നമ്മുടെ ജെയ്സണാട്ടോ ക്ലാസ് എടുക്കുന്നത്. ഞാൻ ആദ്യം പോസ്റ്റർ കണ്ടില്ല. അപ്പോൾ ആ മഹൽ വ്യക്തിയുടെ ശരിക്കും മഹൽ വ്യക്തിത്വം ഒന്നും കൂടി അങ്ങ് കുറച്ചുകൂടി ഉയർന്നു പോയി. അത്രയും സാറ് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ പിന്നെ ലാസ്റ്റ് പറഞ്ഞു, ഞാനിപ്പോൾ അതിനു മുമ്പ് എന്നാ ചേട്ടാ നമുക്ക് ഉപവാസം തുടങ്ങാം. അപ്പോഴാണ് ജെയ്സൺ ജി കൂട്ടിച്ചേർത്ത് നാളെ തന്നെ നിങ്ങൾ ഉപവാസം തുടങ്ങരുത് എന്ന്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഞാൻ തിങ്കളാഴ്ചകളൊന്നും നോക്കിയായിരുന്നു കേട്ടോ, അതാണ് ഇങ്ങനെ ഒരു ആളെ എനിക്ക് കിട്ടിയത്. പിന്നെ അതിലൊരു വലിയ ഒരു തമാശയുണ്ട്. ഞാൻ 30ാമത്തെ വയസ്സിലാണ് എൻ്റെ മോനെ പ്രസവിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് കോംപ്ലിക്കേഷൻ, ഡോക്ടർ വരെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു.
ഓപ്പറേഷൻ സിസേറിയൻ, അന്നൊക്കെ സിസേറിയൻ നിൽക്കുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ. ഇന്ന് പിന്നെ പേടിയില്ല, ഇന്ന് സിസേറിയൻ വേണമെന്നാണ് പറയുക. അപ്പോൾ ഈ ചേട്ടന്മാർക്ക് ശനിയാഴ്ച സുഖപ്രസവം നടക്കാൻ വേണ്ടി വ്രതം എടുത്ത് ആളാണ് ഇരിക്കുന്നത്. സുഖപ്രസവമായിരുന്നു ഡെലിവറി. 38ാമത്തെ വയസ്സിലാണ് എൻ്റെ ഇളയമോളെ പ്രസവിക്കുന്നത്, നോർമൽ ഡെലിവറി. അങ്ങനെ ഒരു എന്താ പറയുക, ആ ദൈവത്തിലുള്ള വിശ്വാസം, ആത്മീയത എല്ലാം ഇവിടെ കൂട്ടിച്ചേർത്ത്. ഓക്കെ, താങ്ക് യു. ഞാൻ ഇതുപോലെ 8 നോയമ്പ് എടുക്കാറുണ്ട് കേട്ടോ, സാലി ജയ്സൽജി. അതുപോലെ ഈ റംസാന് എൻ്റെ മോള് 3 ദിവസം നോമ്പെടുത്തപ്പോൾ ഞാൻ 1 ദിവസം എടുത്താൽ കൂടെ. പക്ഷെ പിന്നെ പറ്റിയില്ല, എനിക്ക് 1 ദിവസത്തിൽ കൂടെ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, കമന്റ്സുകൾ വരുന്നുണ്ട്. ക്ലാസ് ഈസ് വെരി എക്സലന്റ് ക്ലാസ്, ജേസൺ സാർ. അതിലെ ശിവരാത്രി വ്രതമുണ്ട് സാറേ, ഹൈലി ഇൻഫർമേറ്റീവ്, എക്സലന്റ് ക്ലാസ്. ഡിഫറെന്റ് ശിവരാത്രി വ്രതമുണ്ട്, രാത്രി മുഴുക്ക ഉറക്കം ക്ലാസ് വാസ് വെരി ഇൻഫർമേറ്റീവ്. ബെസ്റ്റ് വിഷസ്. ധാരാളം കമന്റ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ. വേണുജി പ്ലീസ്. ജയ ഗുരുദേവ്. നമസ്കാരം ജയ് സാറ്. നമസ്കാരം. പ്രസന്റേഷൻ ഒക്കെ നന്നായിരുന്നു. ഞാന് ഉപവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അത് സൗദി അറേബ്യയിൽ വെച്ച് എല്ലാ ശനിയാഴ്ചയും ഞാൻ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ അതേ രീതിയിൽ വെള്ളം പോലും ഇറക്കാതെ ഉപവാസം അനുഷ്ഠിച്ചിരുന്ന ആളാണ്. പക്ഷെ എനിക്കത് നല്ല ഹെൽത്തിയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സാധാ സമയത്തിലുള്ള പലരും സാറിന്റെ ഈ പ്രസന്റേഷനോട് കൂടി ഉപവാസങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. സാറി പറഞ്ഞ പോലെ എടുത്തടിച്ചിട്ടുള്ള ദിവസം എടുക്കാതെ തുടക്കത്തിൽ പതിയെ അത് ടൈം കൂട്ടി ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യത്തെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ആദ്യത്തെ 1-2 ആഴ്ച മാത്രമേ ചെറിയൊരു ബോഡി ഒരു വീക്ക്നെസ് പോലെ തോന്നുള്ളൂ. കാരണം നമ്മൾ ഈ പെട്ടെന്നൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൽ യൂസ്ഡ് ആയി കഴിയുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. എന്റെ ഒരു അനുഭവം വെച്ചാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്തു, അതെല്ലാം അങ്ങ് ബ്രേക്ക് ആയി പോയി. കാരണം നമ്മൾ ഓരോ ഫംഗ്ഷന് പോകും, വീട്ടിൽ ഏതെങ്കിലും റിലേറ്റീവ്സ് വരുമ്പോൾ നമ്മൾ ഉപവാസം ഇരിക്കുമ്പോൾ അതാണ്ട് മുടങ്ങിപ്പോയത്. പക്ഷെ ഇപ്പം നാളെ മുതൽ സാറിന്റെ ആ ഒരു പ്രസന്റേഷനോട് കൂടി വീണ്ടും അത് പുനർജീവിച്ച് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ്. അതുപോലെ തന്നെ സാധാ സമാജത്തിന്റെ എല്ലാവരും കഴിവതും ഈ പ്രസന്റേഷനോട് കൂടി ഉപവാസത്തിൽ പോകുന്ന ഏറ്റവും നല്ലതാണ്. അനുഭവസ്ഥനാണ് ഞാൻ പറഞ്ഞത്. വളരെ ഹെൽത്തി ഉള്ള ഒരു കാര്യമാണ്. എനിഹോ സാറേ, താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിരുന്നു. സാലിക്കും താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? സാറേ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. പറയും. ഇപ്പം മോൻ എന്നെ വിളിച്ചേരം ഞാൻ പറഞ്ഞു US എന്നുള്ള ഒരു സാറ് ഞങ്ങൾക്ക് ഇങ്ങനെ ഉപവാസത്തെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നേരത്തെ ഉപവാസം എടുക്കുന്ന ആളായിരുന്നോണ്ട് അവൻ പറഞ്ഞു തല കറങ്ങി വീഴരുത്. ഞാൻ പറഞ്ഞു അങ്ങനൊന്നും അല്ല പറയുന്നത്, അതിന്റെ നല്ല വശങ്ങളാ പറയുന്നതെന്ന് പറഞ്ഞു. താങ്ക് യു വേണുഗോപാൽജി. അപ്പൊ വേണുഗോപാൽജി പറഞ്ഞതുപോലെ അത് മാത്രമല്ല, അതിനകത്ത് പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലെ ഒരു പഠനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ചില പ്രത്യേക രോഗങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് റംസാൻ നോയമ്പ് നോക്കുന്നവരുടെ ഇടയിലൊക്കെ കുറവാണ് എന്നുള്ളതിനുള്ള തെളിവുകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ശരിക്കും ഫ്രാൻസിലെ കാര്യങ്ങൾ ഞാൻ ഈ സമയക്കുറവുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്തായിരുന്നത്. ഫ്രാൻസ് അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ ഈ ഭക്ഷണം കഴിക്കാതെ ഉള്ള രീതിക്ക് വേണ്ടിയിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടലുകൾ തന്നെയുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന അവരല്ലെങ്കിൽ കഞ്ഞി പോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ പൈസ അങ്ങോട്ട് കൊടുത്ത് ഈ ഒരു ചികിത്സാ രീതിക്ക് പോകുന്ന ചില രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ചില ഉള്ളവരുണ്ട്. അപ്പം നമുക്കിത് പിന്നെ വളരെ ലളിതമായ രീതിയിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഇനി ഈ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഈ സാലി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഉപവാസത്തെ പറ്റി പിന്നെ ഒക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഉപവസിക്കാത്ത ക്ലാസ് എടുത്തേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സാലി പറഞ്ഞേ ഞാൻ അതേപടി ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ സത്യത്തിൽ ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ഷീണം എന്തെങ്കിലും തോന്നുമോ? ഇല്ല. അപ്പൊ ഞാൻ ഇന്നലെ ഒരു പിന്നെ 5 മണിക്ക് ശേഷം സത്യത്തില് പിന്നെ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ഇന്നലെ ഇവിടുത്തെ 5 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 12 കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇപ്പോ സമയം 11 മണിയായി. അപ്പോൾ 12ഉം 6ഉം 18 മണിക്കൂർ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട്. ഒന്നും സംഭവിക്കില്ല. ഇനി ഇങ്ങനെ വേണമെങ്കിൽ ഒരു കുറച്ച് മണിക്കൂറുകളും കൂടെ ഒരു കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. പക്ഷേ നമ്മൾ വെള്ളം കുടിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുമ്പോൾ അത് പിന്നെ വളരെ ലളിതമായിട്ട് ഉള്ള കാര്യങ്ങൾ കഴിച്ച് അങ്ങ് തുടങ്ങുക. ഈ ലളിതമായിട്ടുള്ള ആഹാരത്തിന്റെ കാര്യം പറഞ്ഞാൽ അതും ഒരു വാസ്തവം തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ഫാസ്റ്റിങ്ങിന്റെ രീതി നമ്മുടെ
ഈ മുസ്ലിം സഹോദരങ്ങളുടെ ചിലരൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അവരുടെ ഉണ്ട് കൂട്ടത്തിൽ അവർ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അവര് ഈ ഉണ്ട് ഉണ്ട് റംസാൻ കഞ്ഞിയുണ്ട്. റംസാൻ കഞ്ഞി എന്ന് പറയും. അതൊക്കെ ഞാനൊക്കെ റംസാൻ കഴിച്ചിട്ടുള്ള കഞ്ഞി വളരെ ഉണ്ട് സത്യം ഉണ്ട് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കോഴിക്കോട്ടുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ നോയമ്പ് തുറക്കി പോയിട്ടുള്ളപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അത് ആ ഏറ്റവും പരമ്പരാഗതമായ ഏറ്റവും രീതിയിലാണെങ്കിൽ നല്ല നല്ലതാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ്. പക്ഷെ ഈ കാരണം ഇപ്പോഴത്തെ ആശാളി എന്ന് പറയുന്ന സാധനമൊക്കെ ഇടും സാറേ അതിനകത്ത്. ഞാൻ പറയട്ടെ ഇപ്പോഴത്തെ ഈ രീതി അനുസരിച്ച് ഈ വറുത്തതും അതുപോലെ തന്നെ കോഴി അതായത് ഇതിന്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എന്റെ കൂട്ടുകാരൊക്കെ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്, നേഴ്സുണ്ട്, ഡോക്ടർമാരൊക്കെ. പക്ഷെ അവര് പറയുന്നുണ്ട് ആ റംസാൻ കഴിഞ്ഞ് പേഷ്യന്റിന്റെ ഒരു ബാഹുല്യമാണ് പറഞ്ഞു ഹോസ്പിറ്റലിൽ. ഏതാണ്ട് റംസാനിന്റെ വ്രതം എല്ലാം കഴിഞ്ഞാണ്ട് ഒരാഴ്ച 2 ആഴ്ച ഒരു മാസത്തോളം കഴിയുമ്പോഴത്തേന് ആ സാധാരണ റേഷ്യയെക്കാട്ടി ഡബിൾ ആണ് പേഷ്യന്റ് വരുന്നതെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം നടന്നങ്ങ് കഴിക്കുകയാണ്. പിന്നെ ആ ഫാസ്റ്റിംഗ് തുടങ്ങുന്ന സമയം വരെയും 2 മണിയായെങ്കിൽ 4 മണി വരെ കഴിച്ചോണ്ടേ നടക്കുകയാണ് റോഡ് മുഴുവൻ. ഈ രീതികളാണ് അവർക്ക് ഈ അൺഹെൽത്തി ആക്കുന്നത്. താങ്ക് യു. ഓക്കെ, സാർ നമസ്കാരം, ചിത്രയാണ്. പറയൂ. ആദ്യമായിട്ട് പറയാനുള്ളത്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയങ്ങള്, പ്രസക്തമായ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ VRB സാർ പിന്നിൽ ആണ്. അതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നുണ്ട്. വെച്ചാൽ ഓരോ ദിവസം ഓരോ ആഴ്ചയിലും തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണ്. പിന്നെ ജെയ്സൺ സാറിന്റെ കാര്യം പറയാം. ആദ്യം ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്താണ്, ഉപവാസത്തെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഉപവസിച്ചിട്ട് തന്നെ എടുക്കുന്നു. എന്ന് വെച്ചാൽ ശ്രീരാമകൃഷ്ണദേവന്റെ കഥയുണ്ടല്ലോ, ശർക്കര തിന്നുമ്പോ എന്ന് വെച്ചാൽ കുട്ടിയെ ഉപദേശിക്കാനായിട്ട് എന്താണ് അത് സ്വയം നിർത്തിയതിന് ശേഷം മാത്രം. അത് വളരെ മാതൃകാപരമാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്നൊക്കെ അങ്ങനെ ഒരു മാതൃകകളെ കിട്ടാൻ തന്നെ ഇല്ല. അതൊരു കാര്യം. പിന്നെ എന്റെ സംശയം എന്താ വെച്ചാല് ശരിക്കും എന്താണ് അസിഡിറ്റി ഉള്ളവര് ഇങ്ങനെ ഉപവസിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഇത്രയും മണിക്കൂർ ചെയ്യുമ്പോൾ അത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ടൈം ക്രമേണ കൂട്ടിക്കൊണ്ട് വരികയാണോ, അങ്ങനെ ഒരു എന്തെങ്കിലും ഒന്നോ സാറ് പറഞ്ഞേക്കൊള്ളാം. ജെയ്സൺ സാറിന് വളരെ വളരെ നന്ദി ഇന്നൊരു കാര്യം എടുത്ത് വ്യത്യസ്തമായ. അത് പിന്നെ ചിത്രജി വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സൂചിപ്പിച്ചത്. നമ്മൾ ഏതെങ്കിലും മെഡിക്കേഷനോ അല്ലെങ്കിൽ ഉള്ളതിൽ നിർബന്ധമായിട്ടും, കാരണം ഒരു നമ്മളിപ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഉറപ്പായിട്ടും ഡോക്ടറുടെ ഒരു നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഉപവാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പിന്നെ ഉള്ളൊരു കാര്യം, നമ്മൾ ചിലപ്പം ഉപവസിക്കുമ്പോഴത്തേക്ക് നേരത്തെ വേണുഗോപാൽ സാറൊക്കെ പറഞ്ഞതുപോലെ പിന്നെ എന്താണ്, നമുക്ക് ചിലപ്പം വളരെ പെട്ടെന്ന് ഉപവസിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ തലവേദന നമുക്ക് അനുഭവപ്പെട്ടെന്ന് വരും. അപ്പൊ ആ തലവേദന അനുഭവപ്പെടുമ്പോൾ നമ്മളൊരു കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ ഒരു ഹെർബൽ ടീയോ അല്ലെങ്കിൽ കട്ടൻ ചായയോ അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്പം ഉപ്പിട്ട് ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് അങ്ങ് മാറും. അപ്പൊ അത് നമ്മുടെ ശരീരം യൂസ്ഡ് അല്ലാത്തൊരു രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മളത് പതുക്കെ നമ്മുടെ ശരീരത്തെ ഈ ഒരു മോഡിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഏതെങ്കിലും മെഡിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗാവസ്ഥ ഉള്ളവര് ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി അല്ലാതെ ഇത് യാതൊരു കാരണവശാലും ഇത് സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ സാർ, താങ്ക് യു. ഏതായാലും ഈ ലോകം ഇങ്ങനെ ലോകത്തിലുള്ള അറിവുകള് എത്തുന്നത് സംഘടിപ്പിച്ച മാഡത്തിന് പ്രത്യേകം നന്ദി. ഓക്കെ സാർ, താങ്ക് യു. ചിത്രാജി പറഞ്ഞപ്പോഴാ ഓർത്ത ഈ മദ്യ ലഹരിയെ കുറിച്ച് വളരെ കാര്യമായിട്ട് പറയും. കുടിക്കരുത് എന്നൊക്കെ പറയും. പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഹോട്ടലിലേക്ക് പോകുന്നു എന്ന് പറയുന്ന പ്രതീതിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ നേരെ തിരിച്ചാണ്. ശരിക്കും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ജെയ്സൺ സാർ ഉപവാസം എടുത്തതിന് ശേഷമാണ് ഉപവാസത്തെ കുറിച്ച് പറഞ്ഞു. സോ ഗ്രേറ്റ് സാർ, സോ ഗ്രേറ്റ്. സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങളിപ്പം കഴിച്ചിട്ട് 17 മണിക്കൂറായി. അതിന്റെ കാര്യം എന്നാന്ന് വെച്ചാൽ, ഇതിനെപ്പറ്റി പവർ പോയിന്റിന്റെ റിസർച്ച് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അമേരിക്ക വന്നപ്പോൾ പുള്ളി അന്ന് 9 ദിവസം വ്രതമായിരുന്നേ. അപ്പം ഞാൻ വാസ്തവത്തിൽ അങ്ങനെ ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്ത് എസിന് പറയാൻ താല്പര്യമില്ലായിട്ട് പുള്ളി നീക്കിയതാണ്. വാസ്തവത്തിൽ മോഡിജി വളരെ ഇതിൽ അഡ്വാൻസ് ചെയ്ത ഒരു വ്യക്തിയാണ്. കാരണം പുള്ളി 4.5 മാസം ഇയർ അറൗണ്ട് ഒരു നേരം ഭക്ഷണം കഴിക്കാറില്ല. അപ്പോൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്ത ആള് അമേരിക്കയിൽ പുള്ളിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നപ്പോൾ മൈ ഡിന്നർ ഹാസ് അറൈവ്ഡ് എന്നാണ് പുള്ളി കമൻറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ആള് ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ പുള്ളിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ മുമ്പ് 45 മണിക്കൂർ പുള്ളി തന്നെ ഫാസ്റ്റ് ചെയ്തിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തതെന്ന് കണ്ടു. അപ്പം ഞാൻ ജെയ്സനോട് പറഞ്ഞു, ഞങ്ങൾ 2 വർഷം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തായിരുന്നു സർ. അതെന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആ ഫീഡിങ് വിൻഡോയിലെ ഭക്ഷണം ക്രമീകരിക്കുന്നതിൽ ഇച്ചിരി പാളിപ്പോയി.
അപ്പൊ അതുകൊണ്ടാണ് ഈ ഡോക്ടർ ജേക്കബ് പറയുന്ന പോലെ വളരെ സമീകൃതമായ ആഹാരം കഴിക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം ആ 2 നേരം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ 16 hours 8 hours വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതാണ് കാര്യം. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് ജേസൺ സർ, ഓവർ ടു യു. വാണ്ട് ടു സേ എനിത്തിങ് മോർ? ഇല്ല, ഇനി കൂടുതലൊന്നും ഇതിനകത്ത് ചേർക്കാനില്ല. കാരണം ഒത്തിരി സാറേ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഒത്തിരി നന്ദി. അപ്പൊ അത് സാലിയാണ്, സാലിക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഈ സാധക സമാജം കുടുംബത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ കൂടി ഇരിക്കാൻ തന്നെ സാലിയുടെ നിർബന്ധം കൊണ്ടാണ് വന്നിരിക്കാൻ ഇടയായത്. അപ്പൊ അതങ്ങ് തുടരും എന്ന് തന്നെ വിചാരിക്കാം. അപ്പം ഒത്തിരി നന്ദി. അത് ആദ്യം മുതലേ അവസാനം വരെ എല്ലാവരും കേട്ടിരുന്നതിലും ഒത്തിരി സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരോടും, എല്ലാ സാധക സമാജം കുടുംബത്തിലെ മുഴുവൻ ആളുകളോടും വളരെ വിനീതമായിട്ട് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. സാലിയുടെ വിഷമം കാണുമ്പോൾ അതാ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. ജെയ്സൺ സാറേ വരൂ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് വിഷമിക്കുന്ന കാണുമ്പോൾ അതാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഔപചാരികമായി നന്ദി പ്രകാശനത്തിനായി മിസ്റ്റർ ഷാജി സാറിനെ ക്ഷണിക്കും. ഷാജി സാർ പ്ലീസ്. ജയ് ഗുരുദേവ് സാർ. ഓക്കെ, ആദ്യമേ തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് സാധക സമാജ കുടുംബത്തിൽ അറേഞ്ച് ചെയ്ത നമ്മളുടെ യോഗാചാര്യൻ ആദരണീയനായ നമ്മളുടെ ഗുരു ഡോക്ടർ അഡ്വക്കേറ്റ് VRB നായർ സാറിന് തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. രണ്ടാമതായി നന്ദി രേഖപ്പെടുത്താനുള്ളത്, സാറ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു വലിയ മഹത് വ്യക്തിയാണ് നമുക്ക് ഈ ആഴ്ചയിൽ സാധക സമാജ കുടുംബത്തിൽ ഇവിടെ വ്യാഴാഴ്ചത്തെ ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അത് 100% സക്സസ് ആയി എന്ന് തന്നെയാണ് സാറിൻ്റെ ജെയ്സൺ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. സാറ് അതേ രീതിയിൽ നല്ല വൃത്തിയായും കൃത്യമായും ഒരു അധ്യാപകൻ്റെ ചാരുതയോട് കൂടി തന്നെ മുമ്പിലിരിക്കുന്ന ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുത്തത്. അതിന് ജെയ്സൺ ജിക്ക് ഒരു പ്രത്യേക അഭിനന്ദനം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സർസമ്മാജി എന്നോട് എപ്പോഴും പറയാറുണ്ട്, സാലിയും ജെയ്സൺ ജിയൊക്കെ അവരുടെ ക്ലാസ്മേറ്റ്സ് ആണ്, 5 കൊല്ലം ഒന്നിച്ച് പഠിച്ചതാണ്, കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു, ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് എന്നോട്. പക്ഷെ ഞങ്ങൾ നേരിട്ട് കണ്ടത് അന്ന് കല്യാണത്തിന് വന്നപ്പോഴാണ്. അപ്പം തന്നെ എനിക്ക് അന്നത്തെ ആ ഓട്ടവും ചാട്ടവും കണ്ടപ്പോൾ ഇത് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു നല്ല നേതൃപാഠവും ഉള്ള വ്യക്തി തന്നെയാണ് ജെയ്സൺ ജി. ഷാജി സാറേ ഡാൻസ്. അതെ, ജെയ്സൺ ജിയുടെയും സാലിയുടെയും ഡാൻസ് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ മോള് ചോദിച്ചു, അവിടെ ഡാൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ എൻഗേജ്മെൻറ്റിനും കല്യാണത്തിനൊക്കെ അച്ഛനും അമ്മയും ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൊന്നു മക്കളെ, ഞങ്ങൾക്ക് ഡാൻസ് ഒന്നും അറിയില്ല, ഞങ്ങളൊന്നും നമ്മൾ ഡാൻസ് കളിച്ചാൽ അത് ഡാൻസും അവരുടെ ഉഡാൻസായി പോകും, അത് കാരണം ഞങ്ങൾ ഡാൻസ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് ഇവർ രണ്ടുപേരും നല്ല വൃത്തിയായി ഡാൻസ് കളിച്ച് സ്റ്റേജിൽ. അതൊന്നും ഇപ്പോഴും ഞങ്ങളത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതിന് ഇന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതൊരു ഡോക്ടറുടെ ചാരിതയോടുകൂടി, ഒരു ഡോക്ടർ പറയുന്നത് തന്നെ ഒരു രോഗവിവരങ്ങളും അങ്ങനെ ഉപവാസത്തിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ ഒത്തിരി ഒരു ഡോക്ടർ ഉപദേശിക്കുന്നവർക്കെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഒരു ആചാര്യൻ പറയുന്നത് പോലെ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട്. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉപവാസത്തിൻ്റെ കാര്യമൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത് തിങ്കളാഴ്ച വ്രതം, ശനിയാഴ്ച വ്രതം, അങ്ങനെ അവർക്ക് കുറച്ച് വ്രതങ്ങൾ മാത്രമേ നമുക്കറിയാവുന്നുള്ളൂ. ഈ എല്ലാ ഏകാദശി അങ്ങനെ കുറച്ചേ അറിയാവുന്നുള്ളൂ. പക്ഷേ ജെയ്സൺ ജി ഞങ്ങൾ ബലിയിടുന്നതിന് മുമ്പ് തലേദിവസം ഒരു ഉപവാസം എടുക്കും, അങ്ങനെ കുറേ ഇതേ അറിയാവുന്നുള്ളൂ. പക്ഷേ ഇത് വളരെ ഡീപ്പായിട്ട് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ജെയ്സൺ ജി വൃത്തിയായിട്ടും കൃത്യമായിട്ടും പടം വെച്ച് തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു. അതിന് പ്രത്യേകം ജെയ്സൺ ജിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ 8 നോയമ്പിൻ്റെ കാര്യം പറഞ്ഞു. ജെയ്സൺ ജി പറഞ്ഞ കണക്കല്ല, മണർകാട് പള്ളി പോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നാഗപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇതുപോലെ 8 നോയമ്പ് പെരുന്നാൾ
ഉണ്ട്. സെപ്റ്റംബർ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 3 വർഷം ഇങ്ങനെ 8 നോയമ്പ് നോക്കി പെരുന്നാൾ കൂടാൻ പോയിട്ടുണ്ട്. അപ്പം 8 നോയമ്പിൻ്റെ ഇങ്ങനെ കേരളത്തിലെ പല പള്ളികളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മണർകാടും നാഗപ്പുഴയാണ് മെയിനായിട്ട്. മണർകാടും നമ്മൾ പോയി. മണർകാടും ഞങ്ങൾ 8 നോയമ്പ് പെരുന്നാൾ കൂടാൻ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഒത്തിരി അറിവ് പകർന്നു തന്ന രീതിയിലുള്ളൊരു ക്ലാസ് തന്നെയായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ സരസമ്മയുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് സാലിക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി രേഖപ്പെടുത്താനുള്ളത് നമ്മളുടെ ഈ സാധക സമാജ കുടുംബത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നമ്മുടെ വിലാസിനി മാം, പിന്നെ നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അംബിക ടീച്ചർ, പിന്നെ നമ്മുടെ രാജു ഫിലിപ്പ് സാറ്, ദാസ്ജി, വിലോമന ടീച്ചർ, അങ്ങനെ കുറേ ഏറെ പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ഈ ക്ലാസ്സിന് ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ സുലേഹാജി, സ്വാഗതം ആശംസിച്ച റോസമ്മാജി, അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ സാധക സമാജ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട് സാലിയുടെയും ജെയ്സൺ ജിയുടെയും കുറേ ക്ലാസ്മേറ്റ്സ്, സുനിൽ ജി, അങ്ങനെ കുറച്ച് പേര് കയറി. പുള്ളിക്കാർക്ക് പറഞ്ഞു ഇതൊക്കെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണെന്ന് സാറ് പേര് വായിച്ചപ്പോൾ പറഞ്ഞു. അങ്ങനെ ഇത് ക്ഷണിക്കപ്പെട്ട നമ്മുടെ ഇത് ക്ലാസ് കാണാനായിട്ട് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു ഷാജി സർ, താങ്ക് യു. നമുക്ക് യോഗാഗീതം പാടാം. ഫിലോമിന ജി പ്ലീസ്. പാടി. ഇതിലല്ല, സിസ്റ്റത്തിൽ അതിൽ പാട്ട്. വേദിയൊരുങ്ങി നാനാവർണ്ണ പൂക്കൾ നമ്മൾ നല്ലൊരു നാളേക്കായി ബ്രാഹ്മമുഹൂർത്തത്തിൽ ശംഖൊലി മുഴങ്ങി സാധക സംഗമ വേദിയൊരുങ്ങി യോഗയും ധ്യാനവും പ്രാണായാമവും നൃത്തവും ഗീതവും സമ്മോഹനമായി ഗുരുവേ നമഃ മന്ത്രവുമായി പ്രാർത്ഥനയോടെ പരിശീലിപ്പൂ ആനന്ദിക്കൂ ആനന്ദമേകൂ നാമൊന്നാണേ സാധക സഖ്യം മാനവ മൈത്രി നമ്മുടെ ലക്ഷ്യം വിശ്വശാന്തി നമ്മുടെ മന്ത്രം സാധക സമാജം നമ്മുടെ കുടുംബം സാധക സമാജം നമ്മുടെ കുടുംബം ബ്രാഹ്മമുഹൂർത്തത്തിൽ ശംഖൊലി മുഴങ്ങി സാധക സംഗമ വേദിയൊരുങ്ങി നാനാവർണ്ണ പൂക്കൾ നമ്മൾ നല്ലൊരു നാളേക്കായി ബ്രാഹ്മമുഹൂർത്തത്തിൽ ശംഖൊലി മുഴങ്ങി സാധക സംഗമ വേദിയൊരുങ്ങി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ഫിലോമിന ജി. സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധക സമാജത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. പങ്കെടുത്ത എല്ലാവർക്കും, അതിഥികൾക്കും എല്ലാവർക്കും. വിശിഷ്യ നമ്മുടെ ജെയ്സൺ സാറിന്റെ ക്ലാസ് ഗുണകരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല.
ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ജയ്സൺ സാറിനും സാലിക്ക് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഇനിയും ഇതുപോലെയുള്ള ക്ലാസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താം. നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു. Thank you very much. താങ്ക് യു സർ.